نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, നേരത്തെ ബഹുമാന്യനായ സഹോദരൻ അബൂ ഇഹ്സാൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലുള്ള ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ നടക്കാനിരിക്കുന്നത്. നബിദിനാഘോഷം സുന്നത്തോ ബിദ്അത്തോ എന്നതാണ് നമ്മുടെ വിഷയത്തിന്റെ ടൈറ്റിൽ. ഇന്ന് മുസ്ലിം കക്ഷികൾക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമെന്ന നിലക്കും സാധാരണക്കാരായ ആളുകൾക്ക് എന്താണ് യാഥാർത്ഥ്യം, ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണോ, പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാനും അറിയുവാനുമുള്ള ഒരു അവസരമെന്ന നിലക്ക് വളരെ സജീവമായി ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് ആമുഖമായി എല്ലാ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, മുസ്ലിം കക്ഷികൾക്കിടയിൽ തർക്കമില്ലാത്ത ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം എന്നത്. അതല്ലെങ്കിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങളിലെ ഒരു കക്ഷികൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗം അംഗീകരിക്കുന്ന ഒരു മുസ്ലിമും ആ വിഷയത്തിൽ തർക്കിക്കുകയുമില്ല. ചില ആളുകൾ സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ചും മുജാഹിദുകളെ സംബന്ധിച്ചുമൊക്കെ പ്രചരിപ്പിക്കാറുള്ള ഒരു കുപ്രചരണം, മുജാഹിദുകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല, മുജാഹിദുകൾക്ക് പ്രവാചകനോട് പുച്ഛമാണ്, ഈ നിലക്കുള്ള പ്രചരണങ്ങൾ പലപ്പോഴും പല ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഒരിക്കലും തർക്കിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന കാര്യം. എത്രയോ ഹദീസുകൾ ആ വിഷയത്തിൽ
അതുപോലെ തന്നെ അതിന്റെ ഗൗരവം വിളിച്ചോതുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിലും അതിന്റെ വിശദീകരണം എന്ന നിലക്ക് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് അവിടുത്തെ വചനങ്ങളിലൂടെ വിശദീകരിച്ചു തന്നതും കാണാൻ കഴിയും. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നതല്ല അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ സന്താനങ്ങളെക്കാളും എന്ന് വേണ്ട ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾക്കും ഈമാൻ ഉണ്ടാവുകയില്ലെന്ന് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു തർക്കം ആവശ്യമില്ല എന്നത് എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കണം. പിന്നെ ചില ആളുകൾ അവരുടേതായ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്ന കുപ്രചരണങ്ങളാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടതാണ് എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അയാളുടെ ശരീരത്തെ ആയിരിക്കും. അത് മനുഷ്യന്റെ ഒരു പ്രകൃതിപരമായ സ്വഭാവമാണ്. സ്വന്തം ശരീരവും സ്വന്തം കാര്യവും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകുകയില്ല. എന്നാൽ സത്യവിശ്വാസത്തിന്റെ മാധുര്യം നുകർന്ന മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ അവരുടെ ശരീരത്തേക്കാൾ മുൻഗണന നൽകേണ്ടതും സ്നേഹമുണ്ടാകേണ്ടതും അവരിലേക്ക് നിയോഗിതനായ അന്തിമദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ്. എങ്ങനെ സഹോദരങ്ങളെ ഒരു മുസ്ലിമിന് പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. നാളെ പാരത്രിക ലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ സർവ്വകാര്യങ്ങളും മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായതും സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതുമായ യാതൊരു കാര്യവും നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല, അറിയിക്കാതെ, അതിനെ വിരോധിക്കാതെ, അതല്ലെങ്കിൽ നന്മയായിട്ടുള്ളത് കൽപ്പിക്കാതെ നിങ്ങളിൽ ഞാൻ ഈ വിട്ടേച്ചു പോകുന്നില്ലെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. സ്നേഹം എന്നത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധമായ ബാധ്യതയാണ്. പക്ഷേ തർക്കം അവിടെയല്ല. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കണമെന്നതാണ് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയിൽ അതിശക്തമായ ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയം, അല്ലേ? ഇത് ആദ്യകാല മുസ്ലിമീങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു തർക്കമുണ്ടായിട്ടില്ല. ആദ്യകാല മുസ്ലിമീങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് സലഫുസ്വാലിഹീങ്ങളാണ്. ഉത്തമ തലമുറയിൽ ഈ നിലക്കുള്ള ഒരു തർക്കം ഉണ്ടായിട്ടില്ല എന്നത് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ എപ്പോഴാണ് പ്രവാചക സ്നേഹത്തിന്റെ രീതിയെ സംബന്ധിച്ച് ഒരു ചർച്ചയും തർക്കവും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായത്? പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പലരും കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിക്കാൻ തുടങ്ങി. ചില ആളുകൾ റബീഉൽ അവ്വൽ മാസം വരുമ്പോ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണെന്നും പറഞ്ഞ് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നു. പ്രത്യേകം മദ്ഹ് പറയാനെന്ന് പറഞ്ഞ് ആ നിലക്കുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നു, അന്നദാനം നടത്തുന്നു. അതുപോലെ തന്നെ ജന്മദിനത്തിന്റെ ഭാഗമായി പ്രത്യേകമായ സ്വലാത്തുകൾ അവർ ചൊല്ലുന്നു, മൗലിദ് റാലികൾ അവർ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. റബീഉൽ അവ്വൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ മാത്രമല്ല ഈ ആഘോഷം ഒതുങ്ങി നിൽക്കുന്നത്, മറിച്ച് ആ മാസം മുഴുവനും ഈ നിലക്കുള്ള പരിപാടികളും ആഘോഷ പരിപാടികളും തോരണങ്ങളുമൊക്കെ ആയി ഈ നിലക്ക് ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു. ഇത് പ്രവാചക സ്നേഹമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തെങ്കിലേ പ്രവാചക സ്നേഹമാകൂ എന്നാണ് ഒരു വലിയ വിഭാഗം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ
ഈ നിലക്കുള്ള കാര്യങ്ങളൊന്നും ദീനിൽ പഠിപ്പിക്കപ്പെട്ടതല്ല, പ്രമാണങ്ങളിൽ തെളിവില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളോ അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല. അവർക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുച്ഛമാണ്. അവര് പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്തുന്ന പിഴച്ച കക്ഷികളാണ്. അതുകൊണ്ട് അവരുടെ പ്രസംഗങ്ങൾ കേട്ടുകൂടാ, അവരുടെ ജുമുഅ ഖുതുബകൾ ശ്രവിച്ചുകൂടാ, അവരുടെ പള്ളിയിൽ പോയിക്കൂടാ, അവരെ തുടർന്നുകൂടാ, അവര് മുബ്തദിഉകളാണ് എന്ന നിലക്കുള്ള ഒരു പ്രചരണം സഹോദരങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായി ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ വിശുദ്ധ ഖുർആനിന്റെ നിലപാടെന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ സംശയമുണ്ടാവുകയോ തർക്കമുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കുക എന്നാണ്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 59-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്ക് മതകാര്യത്തിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അതിനെ മടക്കണം ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആനിലേക്ക്, വറസൂൽ, റസൂലിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചര്യയിലേക്ക് നിങ്ങൾ അതിനെ മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീലാ, അത് ഏറ്റവും നല്ലതും ഏറ്റവും നല്ല പര്യവസാനവും അതാകുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. പരസ്പരം ഇങ്ങനെ തർക്കിച്ചു നിൽക്കുകയല്ല, നമുക്ക് ഖുർആനിലേക്ക് മടക്കാം ആ വിഷയം. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്ന് നമുക്ക് പരിശോധിക്കാം. എന്നിട്ട് ആ തീരുമാനം അംഗീകരിക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായി നടക്കുന്ന, അതല്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രവാചക സ്നേഹമാണെന്ന് പറഞ്ഞ് ഇന്ന് ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നബിദിനാഘോഷം, അതിന് ഇസ്ലാമിക പ്രമാണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് നിർദ്ദേശമാണ് നൽകുന്നത്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് വല്ല തെളിവുണ്ടോ? അത് സുന്നത്തായ ഒരു കാര്യമാണോ, പ്രതിഫലാർഹമായ കാര്യമാണോ, അതോ ദീൻ അംഗീകരിക്കാത്ത ഇത്തരം അനാചാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിലെത്തുമോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സാധാരണക്കാരായ എന്റെ സഹോദരങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ രീതിയിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, വിശുദ്ധ ഖുർആനിൽ പ്രത്യേകതയും പവിത്രതയുമുള്ള മാസങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണെന്ന്. എന്നാൽ സഹോദരങ്ങളെ, ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകനാണ് നമുക്കത് വിശദീകരിച്ചു തന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ 4 മാസങ്ങൾ ഒന്ന് ദുൽഖഅദയാണ്, മറ്റൊന്ന് ദുൽഹിജ്ജയാണ്, മുഹറമാണ്, റജബാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 4 മാസങ്ങളിൽ നമുക്ക് റബീഉൽ അവ്വൽ മാസത്തെ കാണാൻ സാധിക്കുന്നില്ല. ഈ 4 മാസങ്ങൾക്ക് പുറമെ ഒരു മാസത്തിനു കൂടെ പ്രത്യേകതയും പവിത്രതയും ഫളിലുമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേതാണ്? റമളാൻ മാസമാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നോക്കൂ നിങ്ങൾ, 5 മാസങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ആ 5 മാസങ്ങളിൽ റബീഉൽ അവ്വൽ മാസത്തെ സംബന്ധിച്ച് പരാമർശമില്ല എന്നത് നമ്മളേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഈ 5 മാസങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി വിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി, പല പ്രവാചകന്മാരുടെയും ചരിത്രം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ധാരാളക്കണക്കിന് സുദീർഘമായും അതേപോലെ തന്നെ ചുരുക്കിക്കൊണ്ടുമൊക്കെ പല പ്രവാചകന്മാരുടെയും ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ചില പ്രവാചകന്മാരുടെ പേരിൽ അധ്യായങ്ങൾ തന്നെ ഖുർആനിലുണ്ട്, അല്ലേ?
സൂറത്തു നൂഹ് പോലെ, സൂറത്ത് ഇബ്രാഹിം പോലെ, സൂറത്ത് മുഹമ്മദ് പോലെ പല അധ്യായങ്ങളുമുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം വിശദമായി പറഞ്ഞപ്പോഴും ചുരുക്കി പറഞ്ഞപ്പോഴും അവരുടെ ചില പ്രവാചകന്മാരുടെ പേരിൽ അധ്യായമുണ്ടായിട്ട് പോലും ആ പ്രവാചകന്മാരെന്ന് ജനിച്ചു എന്ന് ഖുർആനിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. എന്തേ അത് പറയാതിരിക്കാനുള്ള കാരണം? ജനന ദിവസത്തിന് ഇസ്ലാമിൽ ഒരു പ്രാധാന്യവുമില്ല എന്നതുകൊണ്ട് തന്നെ. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ ഖുർആൻ എന്തുകൊണ്ട് ജനന ദിവസത്തിന് പ്രാധാന്യമുണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞില്ല? നിങ്ങൾ നോക്കൂ, അത്ഭുതകരമായി ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജനനത്തെക്കുറിച്ച് സൂറത്തു മറിയമിൽ അള്ളാഹു പരാമർശിച്ചിട്ട് പോലും ആ മഹാനായ പ്രവാചകൻ എന്നാണ് ജനിച്ചത് എന്ന് സൂറത്തു മറിയമിൽ നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ ഖുർആനിൽ എവിടെയും കാണാൻ കഴിയില്ല. എന്തേ അത്? ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിക്കുന്നു ജനന ദിവസത്തിന് ഇസ്ലാമിൽ ഒരു പ്രാധാന്യവുമില്ല എന്ന്. ചില ആളുകൾ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ച ദിവസം ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമായ രാവാണ് റസൂലുള്ള ജനിച്ച രാവ്, അതല്ലെങ്കിൽ ദിവസം എന്നാണ്. നിങ്ങൾ നോക്കൂ, നബിദിനം പ്രവാചക സവിശേഷത എന്ന പുസ്തകത്തിൽ എൻ അലി മുസ്ലിയാർ കുമരംപുത്തൂർ എഴുതുകയാണ്. എന്താ അദ്ദേഹം എഴുതുന്നതെന്നറിയോ? നബിദിനത്തിന്റെ പ്രത്യേകതയും സവിശേഷത എഴുതുക. അദ്ദേഹം എഴുതുന്നത് കേട്ടോളി. അള്ളാഹു രാവും പകലും സൃഷ്ടിച്ചതു മുതൽ എത്രയോ ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി. അതിലേറ്റവും മഹത്തായ രാവ് ഏതായിരിക്കും? കാലത്തിന് സ്വയം മഹത്വമില്ലെന്നും അതിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് രാപ്പകലുകളുടെ ശ്രേഷ്ഠതയ്ക്ക് മാനദണ്ഡമെന്നുമുള്ള വീക്ഷണപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാവാകുന്നു ഏറ്റവും അനുഗ്രഹീതമായ രാവ്. ലൈലത്തുൽ ഖദറിനേക്കാൾ അതിന് ശ്രേഷ്ഠത ഉണ്ടെന്നാണ് ഇമാമുകൾ അഭിപ്രായപ്പെടുന്നത്. ഇതാണ് സഹോദരങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമായ രാവാണത്രേ റസൂല് ജനിച്ച രാവ്. ശരി, എങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത്, ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ പവിത്രമാണ്, ശ്രേഷ്ഠമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഖുർആൻ പറഞ്ഞില്ല? വിശുദ്ധ ഖുർആനിൽ അതിനെ സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല. എന്നാൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശദീകരിച്ചത്, ഖുർആനിൽ എവിടെയും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു സൂചന പോലും നമുക്ക് കാണാൻ കഴിയില്ല. ഇനിയോ, അപ്പൊ ചില ആളുകൾ പറയും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഖുർആനിൽ ഉണ്ടാവുമോ? ഖുർആനിന്റെ വിശദീകരണമായ ഹദീസിലല്ലേ ചില കാര്യങ്ങളുള്ളത്? അതല്ലെങ്കിൽ ഖുർആനിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഹദീസുകളിലില്ലേ? അപ്പൊ ഹദീസ് പരിശോധിക്കണം, അല്ലേ? ഹദീസ് പരിശോധിക്കണം. സഹോദരങ്ങളെ, ഹദീസുകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നബിദിനവുമായി അതല്ലെങ്കിൽ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഘോഷിക്കപ്പെടുന്ന നബിദിനാഘോഷത്തിന് വല്ല തെളിവുമുണ്ടോ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല മാസങ്ങൾക്കും പ്രത്യേകതയുണ്ടെന്ന് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഹെഡിങ് തന്നെ കാണാൻ കഴിയും. ബാബു ഫദ്ലി ഷഹ്രി റമളാൻ, റമളാൻ മാസത്തിന്റെ ഫദ്ല് പറയുന്ന അധ്യായം. ടൈറ്റിലുകൾ കാണാം ഹദീസിന്റെ കിതാബിൽ. പക്ഷേ ഞാനിതാ ചോദിക്കുകയാണ്, ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ ബാബു ഫദ്ലി ഷഹ്രി റബീഉൽ അവ്വൽ മാസത്തിന്റെ പോരിശ പറയുന്ന അധ്യായം എന്ന ഒരു അധ്യായം ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണിക്കാൻ നമുക്ക് സാധ്യമല്ല. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ചില മാസങ്ങളിൽ എത്രയോ അനാചാരങ്ങൾ ഇന്ന് മുസ്ലിം സമൂഹം ചെയ്യുന്നുണ്ട്. റജബ് മാസത്തിൽ എന്തെല്ലാം അനാചാരങ്ങളുണ്ട്, ഇല്ലേ? അതേപോലെ ശഅബാൻ മാസത്തിൽ അനാചാരങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ എന്താ തെളിവ്? ചില ദുർബലമായ ഹദീസുകളാണ്. നബിയിലേക്ക് എത്താത്ത, സനദ് സ്ഥിരപ്പെടാത്ത, ജൂതന്മാര് കെട്ടിയുണ്ടാക്കിയ ചില ഹദീസുകൾ എന്ന് പറയുന്ന വാറോലകളുടെ അടിസ്ഥാനത്തിലാണ് റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലൊക്കെ ഒരുപാട് അനാചാരങ്ങൾ, അതേപോലെ മുഹറം മാസത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിയാക്കള് പഠിച്ചുണ്ടാക്കിയ കള്ള ഹദീസുകൾ. എന്നാൽ ഒരു രസാവഹമായ സംഗതി എന്താണെന്ന് നിങ്ങൾ, റബീഉൽ അവ്വൽ മാസത്തെ സംബന്ധിച്ച് അതല്ലെങ്കിൽ നബിദിനം ആഘോഷിക്കാനും റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാനും ഒരു കള്ള ഹദീസ് പോലുമില്ല എന്നതാണ് അത്ഭുതം. ഒരു കള്ള ഹദീസ് പോലുമില്ല. നിങ്ങൾ നോക്കൂ, ഹദീസിന്റെ കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ ചെറിയ ചെറിയ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ വരെ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ എടുത്തു നീക്കുമ്പോൾ, അതല്ലെങ്കിൽ ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്താൽ കിട്ടുന്ന പുണ്യങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമായ രാവാണ് അള്ളാഹുവിന്റെ റസൂല് ജനിച്ച രാവെന്നും, അതേപോലെ തന്നെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചാൽ സ്വർഗമുണ്ടെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർ ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചാൽ കിട്ടുന്ന പുണ്യം എന്താണെന്ന് കാണിക്കാൻ കഴിയൂല, എവിടെയും കാണാൻ കഴിയൂല. ഇനി നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ രണ്ടാഘോഷങ്ങൾ, ബലിപെരുന്നാൾ അതേപോലെ ചെറിയ പെരുന്നാൾ. ഈ ആഘോഷങ്ങൾ എങ്ങനെ, ഈ ആഘോഷങ്ങളിൽ മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട സുന്നത്തുകൾ എന്ത്, വെറുതെ വളരെ കൃത്യമായി സഹോദരങ്ങളെ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ടെക്സ്റ്റ് അടിക്കുന്ന സഹോദരന്മാരോട് വളരെ വിനയത്തോടുകൂടെ പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ആവേശത്തിൽ എഴുതുന്നതിന് പകരം ചർച്ച ചെയ്യാനും ചോദിക്കാനും ഒക്കെ തുറന്ന അവസരം വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാം. ടെക്സ്റ്റ് അടിച്ച് മുങ്ങുകയല്ല വേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ പ്രമാണങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുകയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് സത്യം ഏതാണെങ്കിൽ അത് അംഗീകരിക്കുക. അതല്ലേ ഒരു മുസ്ലിമിന്റെ സമീപനം. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ വിഷയം അവസാനിപ്പിച്ച് തീരുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കുകയും അതിനുള്ളൊരു ക്ഷമ കാണിക്കുകയും, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയി എത്ര വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ മൈക്ക് ഫ്രീ ആണ്, നിങ്ങളെടുത്ത് ചോദിക്കൂ. ആ സമയത്ത് നമുക്ക് വിഷയങ്ങൾ പറയാം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങൾ, നിങ്ങൾ നോക്കൂ, പെരുന്നാൾക്ക് എന്തെല്ലാം സുന്നത്തുകൾ അല്ലെ. കുളിക്കണം. ബലിപെരുന്നാളിന്റെ സുന്നത്തുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. കുളിക്കണം. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാതെയാണ് എന്ത് ചെയ്യേണ്ടത്, മുസല്ലയിലേക്ക്, നമസ്കാര സ്ഥലത്തേക്ക് പോകേണ്ടത്. തക്ബീർ ചൊല്ലണം. 2 റക്അത്ത് നിസ്കരിക്കണം. ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ, രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകൾ. നിസ്കാരം കഴിഞ്ഞിട്ടേ ബലിയെടുക്കാൻ പാടുള്ളൂ. എല്ലാം വളരെ കൃത്യമായി ആദാബുകൾ, സുന്നത്തുകൾ പഠിപ്പിച്ചു. ഈദുൽ ഫിത്തറിന്റെയും സുന്നത്തുകൾ കൃത്യമായി പഠിപ്പിച്ചു. ശരി, ഇസ്ലാമിൽ 3ാമത്തെ ആഘോഷം ജന്മദിനാഘോഷം ഉണ്ടായിരുന്നെങ്കിൽ ആ ജന്മദിനാഘോഷം, റസൂലിന്റെ ജന്മദിനാഘോഷം ഇസ്ലാമിൽ ഒരു സുന്നത്തായിരുന്നുവെങ്കിൽ അന്ന് എന്ത് സുന്നത്താണ് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത്? ഇതാഘോഷിക്കുന്ന ആളുകൾ മര്യാദക്ക് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടതുണ്ട്, പറഞ്ഞു തരേണ്ടതുണ്ട്. ഇന്ന ബുഖാരിയിലുണ്ട് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. അന്ന് സ്വലാത്താണോ ചൊല്ലേണ്ടത്? അന്ന് കുളിക്കണോ? അന്ന് തക്ബീർ ചൊല്ലണോ? അന്ന് നിസ്കാരമുണ്ടോ? അന്ന് മദ്ഹ പറയേണ്ടത്? അതോ അന്നദാനമുണ്ടോ? അന്ന് എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യേണ്ടത്? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇന്ന കിതാബുകളിലുണ്ട്, ഇന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, ഇന്ന ഹദീസുണ്ട്. അത് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് അവരുടെ ബാധ്യതയാണല്ലോ. കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശമില്ല. ഇനി നിങ്ങൾ നോക്കൂ, എന്തിനേറെ ഇതിനെ ന്യായീകരിക്കുകയും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനു വേണ്ടി മദ്രസ കുട്ടികളെയും മഹല്ലുകളെയും ഒക്കെ പ്രേരിപ്പിക്കുന്ന പുരോഹിതന്മാർ അവരുടെ പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ ഓതുന്ന ഖുതുബയുണ്ട്. ഏതാണ് ആ ഖുതുബ? നുബാത്തി ഖുതുബ അല്ലേ? വെള്ളിയാഴ്ചകളിൽ അവരുടെ പള്ളികളിൽ ഓതുന്ന ഖുതുബ. സാധാരണ മുജാഹിദുകൾ അവർ പരിഹസിക്കാറാ ചെയ്യാറുള്ളത്. മുജാഹിദുകൾക്ക് പ്രവാചകന്റെ സുന്നത്തില്ല, ഞങ്ങളാണ് പ്രവാചകന്റെ സുന്നത്ത് എടുക്കുന്നവർ, അതുകൊണ്ട് മുജാഹിദ് പള്ളികളിലേക്ക് പോകാൻ പാടില്ല, അവിടെ ഖുതുബ പരിഭാഷയുള്ളത്. ഞങ്ങൾക്കാണെങ്കിൽ പ്രവാചകന്റെ ചര്യ ഞങ്ങൾ പിൻപറ്റുന്നു എന്ന് പറഞ്ഞിട്ട് 4ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബയാണ് അവർ വായിക്കാറുള്ളത്. അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അല്ലേ? പ്രവാചകന്റെ സുന്നത്ത് എടുക്കുന്നത് ആ പണ്ഡിതനിൽ നിന്നാണ്. ഇനി അതൊക്കെ ആകട്ടെ, റബീഉൽ അവ്വൽ മാസത്തിൽ 5 ഖുതുബയുണ്ട്. ആ ഖുതുബകളിൽ, ആ ഖുതുബ സമാഹാരത്തിൽ അതിലെങ്കിലും ചുരുങ്ങിയത് ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്നൊക്കെ റിസാലയിൽ എഴുതിയ ആ നിലക്ക് ആ ജന്മദിനാഘോഷത്തിനെ സംബന്ധിച്ച് വല്ല പരാമർശങ്ങളും ആ ഖുതുബയിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തേ അത്ര വലിയ പുണ്യമുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ അത് ജനങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നില്ല? ഇല്ല. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 4ാം നൂറ്റാണ്ടിൽ വരെ ഈ അനാചാരം തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന പണ്ഡിതൻ 4ാം നൂറ്റാണ്ടിലാണ്, ഹിജ്റ 375 അദ്ദേഹം വഫാത്തായത് എന്നാണ് എന്റെ ഓർമ്മ.
നോക്കൂ നിങ്ങൾ, ആ സമയത്ത് അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് പോലും, അതല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ പോലും ഈ അനാചാരമില്ല എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഏർപ്പാടില്ല. ഇനി മാത്രമല്ല, ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, നമ്മൾ പിൻപറ്റേണ്ടത്, സഹോദരങ്ങളെ സൗണ്ടില്ലേ? സൗണ്ട് ഉണ്ടല്ലോ. ഓക്കെ. ഈ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഈ വിഷയത്തിൽ നബിയും സ്വഹാബിമാരും എന്താണ് റബീഉൽ അവ്വൽ മാസത്തിൽ ചെയ്തത് എന്നാണ്. അവർ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കും ആഘോഷിക്കാം. മഹാന്മാരായ സലഫുകൾ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ എന്തു ചെയ്തു എന്ന് നമ്മൾ പരിശോധിക്കണം. ചില ആളുകൾ പറയാറുണ്ട്, ഇന്നത്തെ രീതിയിലുള്ള ജന്മദിനാഘോഷം ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. മീലാദ് മീറ്റും മീലാദ് ക്യാമ്പയിനുകളും റാലികളും അതേപോലെ തന്നെ ഇന്ന് നടക്കുന്ന നിലക്കുള്ള പരിപാടികളൊന്നും വിപുലമായ നിലക്കുണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ചെറിയ തോതിൽ പ്രവാചകന്റെയും സഹാബിമാരുടെയൊക്കെ കാലഘട്ടത്തിൽ ജന്മദിനാഘോഷം ഉണ്ടായിട്ടുണ്ട്, നബിദിനാഘോഷം ഉണ്ടായിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എങ്കിൽ നമുക്ക് പരിശോധിക്കണമല്ലോ, ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലമായി പ്രവാചകനായി ജീവിച്ചു. 23 വർഷക്കാലം, ചുരുങ്ങിയത് 22 ജന്മദിനങ്ങളെങ്കിലും കഴിഞ്ഞു പോയിട്ടുണ്ടാകുമല്ലോ. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്ന് എന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് സ്വഹാബിമാരെ നിങ്ങളൊന്ന് അന്നദാനം ചെയ്യൂ. ഇനി നിങ്ങൾക്കതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരക്കയുടെ പകുതിയെങ്കിലും ദാനം ചെയ്തുകൊണ്ട് എന്റെ ജന്മസുദിനത്തിൽ നിങ്ങൾ സന്തോഷവാന്മാരാകണം, ആഘോഷിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസിന്റെ അരവരി കാണിക്കാൻ ഈ ന്യായീകരിക്കുന്ന ആളുകൾക്ക് കാണിക്കാൻ കഴിയുമോ? കൊണ്ടുവരാൻ കഴിയുമോ? സാധ്യമല്ല. ഇനി നോക്കൂ നിങ്ങൾ, അവിടുത്തെ കാലശേഷം വിയോഗശേഷം ഒന്നാമത്തെ ഖലീഫയായി, ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒന്നാമത്തെ ഖലീഫയായി, ഇസ്ലാമിന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നത്തെ ഒന്നാമത്തെ വലിയായ സിദ്ദീഖുൽ അക്ബർ, ഒന്നാമത്തെ ഇസ്ലാമിന്റെ ഭരണാധികാരിയായ സിദ്ദീഖുൽ അക്ബർ 2.5 കൊല്ലം ഭരണം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചെറിയ തോതിലെങ്കിലും ഇന്ന് നമ്മുടെ മുത്ത് നേതാവ് ജനിച്ച ദിവസമാണ്, നമുക്കൊന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് ഒരു സ്വലാത്തെങ്കിലും ജന്മദിനത്തിന്റെ ഭാഗമായി ചൊല്ലിയത് തെളിയിച്ചാൽ ഈ വർഷം ഇത് ന്യായീകരിക്കുന്ന ആളുകൾ ആഘോഷിച്ചതിന്റെ ഡബിളായിട്ട് ജോറായിട്ട് അടുത്ത വർഷം നമ്മൾ ഇത് ആഘോഷിക്കാനുണ്ടാവും, യാതൊരു സംശയവുമില്ല. ഇനി നോക്കൂ നിങ്ങൾ, 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു? റസൂലിനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു. എല്ലാ സ്വഹാബിമാരും റസൂലിനെ സ്നേഹിച്ചിട്ടുണ്ട്, അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞില്ലേ, നബിയെ, എന്റെ ശരീരം കഴിഞ്ഞാൽ, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, എന്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയം അങ്ങയോടാണ് റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഉമറെ, നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നത് വരെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഉടൻ തന്നെ സ്വഹാബി തിരുത്തി, നബിയെ, എന്റെ ശരീരത്തെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിച്ചിരിക്കുന്നു. ആ മഹാനായ സ്വഹാബി അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നിന്റെ ഈമാൻ പരിപൂർണമായതെന്ന്. നോക്കൂ നിങ്ങൾ, ആ മഹാനായ സ്വഹാബി 10 കൊല്ലമാണ് ഭരണം നടത്തിയത്, കാണിക്കാൻ സാധ്യമല്ല. 3ാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലിന്റെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത് ദുന്നൂറൈൻ എന്ന അപരനാമം നേടിയ മഹാനായ സ്വഹാബി. ആ സ്വഹാബി റസൂലിനോട് സ്നേഹമില്ലാത്തയാളാണോ? അല്ല. നോക്കൂ നിങ്ങൾ, മഹാനവറുകൾ 12.5 കൊല്ലം ഭരണം നടത്തിയിട്ട് അവിടുത്തെ കാലഘട്ടത്തിൽ ഈ നിലക്കുള്ള ഒരു ജന്മദിനാഘോഷം നടത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 5 കൊല്ലം ഭരിച്ചു, കാണിക്കാൻ കഴിയില്ല. വഫാത്താകുമ്പോൾ 9 ഭാര്യമാര് ജീവിച്ചിരിക്കുന്നുണ്ട്. ഏതെങ്കിലും നമ്മുടെ ഉമ്മമാരിൽ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ മാതാക്കളായ മുത്ത് നേതാവിന്റെ ഭാര്യമാരിൽ ഏതെങ്കിലും ഒരു ഭാര്യ, നമ്മുടെ ഉമ്മമാരിൽ ഏതെങ്കിലും ഒരു ഉമ്മ, ഇന്ന് നമ്മുടെ പുന്നാര ഭർത്താവിന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസമാണിത്, നമുക്ക് ഒന്ന് അന്നദാനം നടത്താം, അതല്ലെങ്കിൽ ഒന്ന് സ്വലാത്ത് ചൊല്ലാം, അതിന്റെ ഭാഗമായി ഇന്ന കർമ്മങ്ങൾ ചെയ്യാം, അവിടുത്തെ ഭാര്യമാര് പറഞ്ഞതായി ഇസ്ലാമിക ചരിത്രത്തിൽ തെളിയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നബിയും സ്വഹാബത്തും ചെയ്താൽ സുന്നത്താണ്, അവർ ചെയ്യാതിരിക്കുന്നത് ഒഴിവാക്കിയാൽ അതും സുന്നത്താണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഒരു തെളിവും ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല. എന്തിനേറെ
ഷാഫിഈ മദ്ഹബിലെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും പിൻപറ്റുന്നത് അതല്ലെങ്കിൽ തഖ്ലീദ് ചെയ്യുന്നത് ഷാഫിഈ മദ്ഹബല്ലേ? ആ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ വരെ പറഞ്ഞതെന്താ? ഈ മൗലിദ് ആഘോഷത്തിന് ഒരു അടിസ്ഥാനമില്ല. അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ ലൻ തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. ഇബ്നു ഹജറുൽ അസ്ഖലാനി ഈ നിലക്കാണ് വിശദീകരിച്ചത്. നമുക്കതിന്റെ തെളിവുകളൊക്കെ ആവശ്യമായ സന്ദർഭത്തിൽ ഉദ്ധരിക്കാവുന്നതാണ്. നോക്കൂ നിങ്ങൾ, അതേപോലെ ധാരാളക്കണക്കിന് ഈ വിഷയത്തിൽ നമുക്ക് തെളിവുകൾ കാണാൻ കഴിയും. എന്തിനേറെ തങ്ങൾ പിൻപറ്റുന്ന അതല്ലെങ്കിൽ തഖ്ലീദ് ചെയ്യുന്ന മദ്ഹബ് വരെ ഈ വിഷയത്തിൽ തങ്ങളോടൊപ്പം ഇല്ല എന്ന തിരിച്ചറിവ് ഇത് ആഘോഷിക്കുന്ന ആളുകൾക്കുണ്ടാകേണ്ടതില്ലേ? അതുകൊണ്ട് മുൻഗാമികൾ ഇത് ചെയ്തിട്ടില്ല. പിന്നെ ഇസ്ലാമിലേക്ക് പല നിലക്കുള്ള അനാചാരങ്ങളും കടത്തിക്കൊണ്ടുവന്നത് ജൂതന്മാരിൽ നിന്ന് ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ ലേബലിൽ ഇവിടെ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. ആ ഷിയാക്കളിലെ ഒരു വിഭാഗം ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ നബിദിനാഘോഷം ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അല്ലെ, മുഹറം മാസത്തില് ആയുധപ്പയറ്റ് നടത്തിയിട്ട് ശരീരപീഡനം നടത്തുന്ന ഷിയാക്കൾ, ആ ഷിയാക്കൾ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗം ഫാത്തിമിയാക്കളാണെന്ന് ചരിത്രത്തിൽ കാണുന്നു. അവരാണത്രേ ഈ മൗലിദ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. അതല്ലാതെ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിച്ചതല്ല. പണ്ഡിതന്മാർ അതിന് അംഗീകാരം നൽകിയിട്ടില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് യാതൊരു തെളിവും നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ട് സഹോദരന്മാർ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുക. ഞാനിപ്പോ എന്റെ സംഘടന പറഞ്ഞതല്ലാണ്ട് എങ്ങനെ കേൾക്കുക? അതുകൊണ്ട് അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുക അതല്ല ചെയ്യേണ്ടത്. മറിച്ച് എല്ലാവിധത്തിലുള്ള സ്വാർത്ഥ ലക്ഷ്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിഷ്പക്ഷമായി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അംഗീകരിക്കണം. ഇസ്ലാമിൽ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യണം. ഇല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. എനിക്കെന്റെ പരലോകമാണ് വലുത്. നാളെ പാരത്രിക ലോകത്ത് എനിക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത, ദീനിൽ തെളിവില്ലാത്ത ബിദ്അത്തുകൾ ചെയ്ത് നരകം വാങ്ങുന്നവരിൽ ഞാൻ പെട്ടുപോകരുത് എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ഒരു നിഷ്പക്ഷതയോടെ അനാവശ്യമായ ടെക്സ്റ്റുകൾ അടിക്കാതെ വികാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിഷ്പക്ഷമായി ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അറിയുന്ന കാര്യങ്ങൾ പറയും. ഏതെങ്കിലും വിഷയങ്ങളിൽ സംശയമുണ്ടെങ്കിൽ അത് വീണ്ടും അതിൻ്റെതായ സന്ദർഭങ്ങളിൽ വിശദീകരിക്കും. എല്ലാം അറിയുമെന്നുള്ള അവകാശവാദം എവിടെയില്ല. അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ഈ പരിപാടിക്കുള്ളത്. എല്ലാ സഹോദരങ്ങളെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. സർവ്വലോക രക്ഷിതാവായ നാഥൻ ഹക്ക് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൗലിദ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന സുന്നികൾ എന്നറിയപ്പെടുന്ന സുന്നത്തില്ലാത്ത സുന്നികൾ, അവര് പറയുന്നത്, അവര് പിന്തുടരുന്നത് ഷാഫി മദ്ഹബ് ആണ് എന്നാണ് അവര് പറയുന്നത്. അപ്പോൾ ഈ മൗലിദ് ആഘോഷത്തെക്കുറിച്ച് ഷാഫി മദ്ഹബ് പ്രമാണബദ്ധമായി എന്താണ് പറയുന്നത് എന്ന് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം: മൗലിദാഘോഷത്തെ സംബന്ധിച്ച് ഷാഫിഈ മദ്ഹബിന്റെ നിലപാട് എന്താണ് എന്നാണ്. നമ്മുടെ നാടുകളിലെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ആളുകളും ഷാഫിഈ മദ്ഹബുകാരാണെന്നാണ് അവകാശപ്പെടാറ്. എന്നാൽ ഷാഫിഈ മദ്ഹബിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പണ്ഡിതന്മാർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രസക്തമായിരിക്കും. സഹോദരങ്ങളെ, ഷാഫിഈ മദ്ഹബിലെ ഔദ്യോഗിക ഇമാമായ ഇമാം ഷാഫിഈ
റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അതേപോലെ തന്നെ രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവിയുടെയും അതേപോലെ തന്നെ ഈ മദ്ഹബിലെ മറ്റു പ്രാമാണികരായ പണ്ഡിതന്മാരുടെയും എല്ലാം നിരവധി കിതാബുകൾ ഇന്ന് നമ്മുടെ പള്ളി ദർസുകളിൽ തന്നെ ഓതി പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പള്ളി ദർസുകളിൽ ഈ നിലക്ക് ഷാഫി മദ്ഹബിലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഓതി പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ അവയിലെല്ലാം ആ കിതാബ് ഓതിയ ആളുകൾക്കറിയാം, ആ കിതാബുകളിലെല്ലാം വളരെ നിസാരമായ കാര്യങ്ങളെ കുറിച്ച് പോലും വിശദമായ ചർച്ചകൾ കാണാൻ കഴിയും. വളരെ നിസാരമായ വിഷയങ്ങളെ കുറിച്ച് പോലും. എന്നാൽ ഇത്ര വലിയ പുണ്യവും പോരിശയുമുണ്ടെന്ന് അവകാശപ്പെടുന്ന നബിദിനാഘോഷത്തെ സംബന്ധിച്ച് ഒരു വാക്കുപോലും ആ ഗ്രന്ഥങ്ങളിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ കഴിയില്ല, പരാമർശമില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കിതാബോധിയ ഏതൊരാൾക്കും ഇത് വ്യക്തമായി പറയാൻ കഴിയുന്ന കാര്യമാണ്. എന്താ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അവരുടെ കാലത്ത് പോലും ഈ അനാചാരം ഉടലെടുത്തിട്ടില്ല എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇനിയോ ഷാഫി മദ്ഹബിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത ചില പിൽക്കാലത്ത് വന്ന ചില പണ്ഡിതന്മാർ, ആ ആളുകൾ ഈ വിഷയം ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് ഉടലെടുത്തത് ഹിജറ 300 ശേഷമാണ്, റസൂലിന്റെ കാലത്തില്ല, താബീങ്ങളുടെ കാലത്തില്ല, താബീങ്ങളുടെ കാലത്തില്ല. ഇതിനെ ന്യായീകരിച്ച ഷാഫി മദ്ഹബിലെ ഇതിനെ ന്യായീകരിച്ച പണ്ഡിതന്മാര് തന്നെ അവർ സമ്മതിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇത് ഹിജറ 300 ശേഷം വന്നതാണ്. അവിടെ തന്നെ പോയില്ലേ സഹോദരങ്ങളെ? നിങ്ങൾ നോക്കൂ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷാഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനാണ് ഇമാം സുയൂത്തി. അദ്ദേഹം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വിഷയത്തിലുള്ള മറുപടി അദ്ദേഹത്തിന്റെ അൽ ഹാവി ലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ആര്? ഇമാം സുയൂത്തി ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. ആരാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി? ഷാഫി മദ്ഹബിലെ ആധികാരികമായ പണ്ഡിതനാണ്. എന്താ ഇബ്നു ഹജറുൽ അസ്ഖലാനിയോടുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത്? അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, ജന്മദിനാഘോഷം മൗലിദിന്റെ അസ്ല് തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫ്, സലഫുകളിൽ നിന്ന്, സച്ചരിതരായ സലഫുകളിൽ നിന്ന് ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മിനൽ ഖുറൂനി സലാസ, മിനൽ ഖുറൂനി സലാസ, ശ്രേഷ്ഠമാക്കപ്പെട്ട 3 തലമുറകളിൽ നിന്ന്, അതല്ലെങ്കിൽ 3 നൂറ്റാണ്ടുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സംഗതി ഉദ്ധരിക്കപ്പെടുന്നേ ഇല്ല എന്നാണ് ആര് പറയുന്നത്? ഷാഫി മദ്ഹബിലെ തന്നെ ആധികാരികനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്നത്. ഇത് മാത്രമല്ല, ഈ ഇമാം സുയൂത്തി തന്നെ അൽ ഹാവി ലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഫാക്കിഹാനിയുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എടുത്തു കൊടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്താ അദ്ദേഹം കൊടുക്കുന്നത്? ഇമാം ഫാക്കിഹാനി മാലിക്കി പണ്ഡിതനാണ്. മാലിക്കി പണ്ഡിതനായ ഇമാം ഫാക്കിഹാനിയുടെ അഭിപ്രായം ഇമാം സുയൂത്തി തന്നെ അൽ ഹാവി ലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ. എന്താ ഇമാം ഫാക്കിഹാനി പറഞ്ഞത്? ലാ അഅലം, എനിക്കറിയില്ല. ലിഹാദൽ മൗലിദി, ഈ ജന്മദിനാഘോഷത്തിന് അസ്ലൻ, ഒരടിസ്ഥാനവുമുള്ളതായി ഫീ കിതാബിൻ വലാ സുന്നത്തിൻ, അല്ലാഹുവിന്റെ ഖുർആനിലോ സുന്നത്തിലോ. വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മത്തി അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീനി അൽ മുതമസ്സികൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ. അതായത് ദീനിൽ മാതൃകായോഗ്യരായ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാളിൽ നിന്നും, ഇങ്ങനെ മാതൃകായോഗ്യരായ പണ്ഡിതന്മാരിൽ നിന്ന് ഇത് ഉദ്ധരിക്കപ്പെടുന്നതായി കാണാൻ കഴിയൂല. പിന്നെ ബൽ ഹുവ ബിദ്അത്തുൻ അഹ്ദസഹൽ ബത്താലൂൻ, തീറ്റക്കൊതിയന്മാര് കെട്ടിയുണ്ടാക്കിയ ഒരു ബിദ്അത്താണ്, ഒരു അനാചാരമാണ് എന്നാണ് സഹോദരങ്ങളെ ഇമാം ഫാക്കിഹാനിയുടെ അഭിപ്രായമായി ഇമാം സുയൂത്തി അൽ ഹാവി ലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്. ഇത് മാത്രമല്ല, ഫത്ഹുൽ മുഈൻ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ. ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഇആനത്തു ത്വാലിബീൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ സഹാബി പറയുന്നതായി രേഖപ്പെടുത്തുന്നു. ഖാല സഹാബി പറഞ്ഞു, എന്ത്? ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഇന്ന അമലൽ മൗലിദി, ഈ ജന്മദിനാഘോഷം എന്ന പരിപാടി ഹദസ,
അത് നിർമ്മിച്ചുണ്ടാക്കിയതാണ് ബഅദൽ ഖുറൂനി സലാത്ത, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം നിർമ്മിച്ചുണ്ടാക്കിയ സംഗതിയാണ്. ഹദസ എന്ന് പറഞ്ഞാൽ തന്നെ മുൻ മാതൃകയില്ലാതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ നിർമ്മിച്ചുണ്ടാക്കിയതിനാണ് ഹദസ എന്ന് പറയാം. മുമ്പുള്ള ഒരു സംഗതിക്ക് ഹദസ എന്ന് പറയില്ല. ആ പദപ്രയോഗത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാവും. ഇതാണ് ശാഫിഈ മദ്ഹബ് തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടത്. അപ്പോ ഇത് ചെയ്യുന്ന ആളുകൾക്ക് തങ്ങളുടെ മദ്ഹബിന്റെ പിൻബലം പോലുമില്ല. ഖുർആനും സുന്നത്തും പോട്ടെ, അത് ഏതായാലുമില്ല, മദ്ഹബിന്റെ പിൻബലം പോലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അപ്പൊ എത്രമാത്രം വ്യക്തമാണ്. എന്നിട്ടും ഇത്തരം അനാചാരങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ കഴിയും? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് അതിനുള്ള മറുപടി. മൈക്ക് റിലീസ്. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായി. എനിക്ക് ചോദിക്കാനുള്ള, ദീനിൽ നല്ല ബിദ്അത്ത് എന്ന് പേര് പറഞ്ഞിട്ടാണല്ലോ ഇവർ ഇതിനെ ന്യായീകരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത്? അവരൊരു കാരണം പറയുന്നത് ദീനിൽ നല്ല ബിദ്അത്തുണ്ടോ എന്നുള്ളതാണ്. ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ പറയാറുള്ള ഒരു ന്യായവാദമാണത്. സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന സഖാഫി നബിദിനാഘോഷത്തെ ന്യായീകരിച്ചിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സുലൈമാൻ സഖാഫി പണ്ടൊക്കെ മുഖാമുഖങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന അവരുടെ ഒരു സഖാഫിയായിരുന്നു. പിന്നീട് മണ്ണാർക്കാട് സംവാദത്തിന് വന്ന് പ്രാർത്ഥനയാകുന്ന പ്രാർത്ഥന 2 നിലക്കുണ്ട്, ഇബാദത്താകുന്നതും അല്ലാത്തതും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബദ്ധജടിലമായ വാദം ഉന്നയിച്ചപ്പോ അവര് തന്നെ വേദികളിൽ നിന്ന് പിൻവലിച്ച ഒരു സഖാഫി. ആ സഖാഫിക്ക് നബിദിനാഘോഷം എന്ന പേരിലുള്ള ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം ഈ ന്യായത്തെ ന്യായീകരിക്കുന്നതായി കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, കേവലം നല്ലതാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ ഒരു കാര്യം നടപ്പാകുമോ? ആകുമെന്നാണ് പ്രമാണങ്ങൾ പറയുന്നത്. ഈ നല്ലത് ശറഇന്റെ ഏതെങ്കിലും പ്രമാണങ്ങൾക്ക് വിധേയമായിരിക്കണം. മാത്രമല്ല, അങ്ങനെ വരുമ്പോഴേ ശറഇന്റെ വീക്ഷണത്തിൽ അത് നല്ലതായി ഗണിക്കപ്പെടുകയുള്ളൂ. ഈ ചങ്ങാതി പറയുന്നത് ദീനിൽ നല്ല ബിദ്അത്തുണ്ട്, അതിന്റെ അസ്ല് സ്ഥിരപ്പെട്ടാൽ മതി എന്നാണ്. എന്തൊരു വാദാണ്, എന്തൊരു അപകടകരമാണ് അല്ലേ? എന്തൊരു അപകടകരമാണ്. നമസ്കാരം, നോമ്പ് പോലുള്ള ഇസ്ലാമിൽ നിലവിൽ അസ്ലുള്ള ഇബാദത്തുകൾ ഏതൊരാൾക്കും എത്ര വേണമെങ്കിലും ഏത് സമയത്തും ഇഷ്ടാനുസരണം നിർമ്മിക്കാനുള്ള ഒരു അനുവാദം നൽകലല്ലേ? ഇപ്പൊ നിസ്കാരം ഇസ്ലാമിലെ അസ്ല് സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ നോമ്പ് അസ്ല് സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ തന്നെ ദിക്റുകൾ അസ്ല് സ്ഥിരപ്പെട്ടതാണ്. അസ്ല് സ്ഥിരപ്പെട്ട ഒരു സംഗതി എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, നല്ലതാണെന്നുള്ള നിലക്ക് ഒരാൾക്ക് ചെയ്യാന്നുള്ളതിന് ലൈസൻസ് കൊടുക്കലല്ലേ ഇത്? അപ്പൊ ഒരാൾ ഇങ്ങനെ സുബഹയൊക്കെ കഴിഞ്ഞ് ളുഹറാണതിന്റെ മുമ്പേ ഒരു ലുഹാ സമയത്ത് ഒരു 25 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ അയാളോട് നമ്മൾ പറയാണ്, എന്തിനാണ് ചങ്ങാതി ഇത് ചെയ്തത്? അപ്പൊ ഈ മൗലിയുടെ ബുക്കും വായിച്ചു വന്ന ആളാണെങ്കിൽ അയാൾ പറയും, അസ്ല് സ്ഥിരപ്പെട്ടാ മതിയില്ലേ, നിസ്കാരം അത് സ്ഥിരപ്പെട്ടതാണ്, അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം. ഇസ്ലാമിനെ വികൃതമാക്കുന്ന ജൂദായിസല്ലേ ഈ പ്രചരിപ്പിക്കപ്പെടുന്നത്? എന്തുമാത്രം അപകടകരമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദീനിൽ ഒരു നല്ല ബിദ്അത്തില്ല. ഭൗതികമായി നമുക്ക് എന്ത് ചെയ്യാം, ബിദ്അത്ത് ഭൗതികമായി ഭാഷാർത്ഥത്തിൽ ബിദ്അത്ത് ലുഗവി, അതായത് ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയാം. എന്ത് ഭൗതിക കാര്യങ്ങളിലെ നല്ലതും ചീത്ത, ഇപ്പൊ ബുദ്ധിപരമായ പരിശോധനയിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു. അവ ബിദ്അത്ത് എന്ന് നമുക്ക് ഭാഷാപരമായി ബിദ്അത്ത് എന്നും അതിന് പറയാം. എന്നാൽ മതപരമായ നിലക്ക് ഇസ്ലാമിൽ ഒരു സംഗതി നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്നുള്ളൊരു വേർതിരിവല്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നമ്മൾ എന്ത് പ്രഭാഷണങ്ങൾ തുടങ്ങുമ്പോഴും അതേപോലെ ഉപദേശങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ പറയാറുള്ള ഒരു വാചകല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകളും അതേപോലെ തന്നെ പ്രസംഗങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവിടുന്ന് പറയാറുണ്ടായിരുന്ന വാചകമാണത്. എന്താ അവിടുന്ന് പറയാറുണ്ടായിരുന്നത്? അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാലാൻ. അതിന്റെ അർത്ഥം അറിയാത്ത ഒരാൾ ഈ റൂമിന്റെ അകത്തുണ്ടാവില്ല.
എന്താ പറഞ്ഞത്? വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ് എന്നാണ്. വേറെ റിപ്പോർട്ടിലുള്ളത് എല്ലാ ദലാലത്തും നരകത്തിലേക്കുള്ളതാണ് എന്നാണ്. അപ്പം ഈ ബിദ്അത്തിന്റെ കൂട്ടത്തിൽ ഒരു നല്ലതും ചീത്തയെന്നും അങ്ങനെയില്ല. നിങ്ങൾ നോക്കി, കേവലം നല്ലത് എന്ന അടിസ്ഥാനത്തിൽ ഒരു മതകാര്യം ഉണ്ടാക്കാൻ ഒരാൾക്കും ഇസ്ലാമിൽ അവകാശമല്ല. അവര് പണ്ഡിതന്മാരായാലും മഹാന്മാരായാലും ആരാണെങ്കിലും അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത അള്ളാഹുവിന്റെ മുഖറബായ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും നല്ലതാണ് എന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഗതി ഇസ്ലാമിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂലിന് പോലും പറ്റൂല എന്നാണ്. നിങ്ങൾ നോക്ക്, എത്ര ഉദാഹരണങ്ങൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ ഈ കാര്യം. നല്ലതാണ് നല്ലതാണ് നല്ല വിധേയത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ജാതി കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഒരു ന്യായമല്ല. റസൂലിന് പോലും നല്ലതാണ് എന്ന അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഇസ്ലാമികമായി സ്ഥാപിക്കാൻ അവകാശമില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ ഒരു സംഭവമാണല്ലോ ഖിബിലമാറ്റം. എന്തായിരുന്നു ഖിബിലമാറ്റത്തിന്റെ യാഥാർത്ഥ്യം? ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത്. അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞുള്ള നമസ്കാരം ജൂതന്മാരുടെ പരിഹാസം കാരണം മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കി. ജൂതന്മാർ വല്ലാതെ പരിഹസിച്ചു ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചപ്പോൾ. ആ സമയത്ത് കിബില ഒന്ന് മാറിക്കിട്ടുവാൻ അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്നാൽ നല്ലതല്ലേ എന്ന ന്യായം വെച്ചുകൊണ്ട് അക്കാര്യം സ്വയം തീരുമാനിച്ചു. അള്ളാന്റെ റസൂല് തീരുമാനിച്ചില്ല, മറിച്ച് അവിടുന്ന് വഹി കാത്തിരുന്നു. സൂറത്തുൽ ബഖറയിൽ അക്കാര്യം പറഞ്ഞിട്ടില്ലേ? 114 ആയത്തിൽ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. വഹിയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഒരിക്കലും അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ആ കാര്യം, കാരണം കിബിലങ്ങ് കഅബയിലേക്ക് മാറ്റുകയാണെങ്കിൽ എത്ര നേട്ടമുണ്ട്. ഒരുപാട് ഇളകി നിൽക്കുന്ന ഈമാൻ ഉറക്കാത്ത മുസ്ലിമീങ്ങൾ അല്ലേ, അവര് ഉറച്ചു നിൽക്കും ഇസ്ലാമിൽ. ഒരുപാട് നേട്ടങ്ങളുണ്ട്, അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. എത്ര തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. നല്ലതാണെന്ന അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഇസ്ലാമിൽ ചെയ്യാൻ കഴിയില്ല എന്നതിന് ഖുർആനിലും ഹദീസുകളിലുമൊക്കെ ധാരാളക്കണക്കിന് സംഭവങ്ങൾ കാണാൻ കഴിയും. ഒരൊറ്റ സംഭവം ആവശ്യമാണെങ്കിൽ ഞാൻ വീണ്ടും ഉദ്ധരിക്കാം, നീട്ടി സംസാരിക്കുന്നില്ല. ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമ്പർ 2738 സ്വഹീഹ് തിർമിദിയിൽ നിന്നാണ് വായിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയുമോ? അന്നാഫിൻ അന്ന റജുലൻ അതസ ഇലാ ജൻബി ഇബ്നു ഉമറ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വെച്ച് ഒരു സഹോദരൻ തുമ്മി. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്. എന്താ തുമ്മിയപ്പോ പറഞ്ഞത്? അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്. ഖാല ഇബ്നു ഉമർ വഅനാ അഖൂൽ അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് വലൈസ ഹാകദാ അല്ലമനാ റസൂലുള്ളാഹ്. ഉടൻ തന്നെ മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വസ്സലാമു അലാ റസൂലില്ലാ എന്ന ഒരു സ്വലാത്ത് അതിന്റെ കൂടെ ഫിറ്റ് ചെയ്യാൻ വലൈസ ഹാകദാ അല്ലമനാ റസൂലുള്ളാഹ് എന്ന് അവിടുന്ന് പറയണം. എന്നിട്ട് പറയണം അല്ലമനാ അൻ നഖൂൽ, നമ്മളോട് പറയാൻ വേണ്ടി അവിടുന്ന് പഠിപ്പിച്ചത് അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്നാണ്. സഹോദരങ്ങളെ, സ്വലാത്ത് ചൊല്ലൽ പുണ്യല്ലേ? വളരെ പ്രതിഫലാർഹമുള്ള കാര്യമല്ലേ? ഒന്ന് ചൊല്ലിയാൽ 10 കിട്ടൂലേ? പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ ഒരു സ്വലാത്ത് അസിൽ സ്ഥിരപ്പെട്ടതല്ലേ? ഖുർആനിലില്ലേ തെളിവ്? ഹദീസിലില്ലേ തെളിവ്? അസിൽ സ്ഥിരപ്പെട്ടല്ലേ? നല്ലതല്ലേ? എന്താ സംശയമുള്ളത്? പക്ഷെ ചൊല്ലാൻ, അസ്ഥാനത്ത് ചൊല്ലാൻ പ്രത്യേക പ്രതിഫലം നിശ്ചയിച്ച് പഠിപ്പിക്കപ്പെടാത്ത ഒരു സ്ഥാനത്ത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചൊല്ലാൻ തെളിവില്ല. അതുകൊണ്ട് നല്ല വിദഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തെ ന്യായീകരിക്കാൻ ഒരു വകുപ്പുമില്ല. അങ്ങനെ ഒരു വകുപ്പ് തന്നെ ഇസ്ലാമിൽ എവിടെയില്ല. ഉണ്ടെങ്കിൽ അതിന് തെളിവ് പറയണം. നല്ലൊരു സംഗതി, അസിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതി ഇഷ്ടാനുസരണം ചെയ്യാൻ ഇസ്ലാം പെർമിഷൻ നൽകുന്നു എന്നതിലേക്ക് തെളിവ് പറയണം. അതിന് ആർക്കെങ്കിലും തെളിവ് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് തെളിവ് പറയട്ടെ, അപ്പൊ നോക്കാം. അതല്ലാണ്ട് ഒരു തെളിവും ആ വിഷയത്തിലില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
തെളിവും ആ വിഷയത്തിലില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, നബിദിനാഘോഷത്തെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് സമസ്തക്കാർ സാധാരണ പറയാറുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം അതിനെക്കുറിച്ച് അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വല്ല സ്ഥലത്തും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ? ജസാക്കല്ലാഹു ഖൈർ. സഹോദരന്റെ ചോദ്യം, നബിദിനാഘോഷത്തെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചില മുസ്ലിയാക്കന്മാര് പ്രചരിപ്പിക്കാറുണ്ട് എന്നാണ്. ഖുർആനിലുമില്ല, ഹദീസിലുമില്ല, സലഫുകൾ ആരും അത് ചെയ്തിട്ടുമില്ല. പിന്നെ എവിടെങ്കിലും ഈ ഏർപ്പാടൊന്ന് കൊണ്ടുപോയി അവസാനിപ്പിക്കണമല്ലോ. അതിന് സാധാരണ പറയാറുള്ള സംഗതിയാണ് എന്ത്? ഷെയ്ഖുൽ ഇസ്ലാം വഹാബികളുടെ നേതാവായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നബിദിനം ആഘോഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പറച്ചില് കേട്ടാ തോന്നും ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനൊക്കെ ഇവര് ചെയ്യുന്ന ഈ പേക്കൂത്തുകൾക്കൊക്കെ അനുവാദം നൽകിയിട്ടുണ്ട്, അത് സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ചില ആളുകൾ എന്ത് ചെയ്യും, എന്നെ തോന്നിപ്പോകും. പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തോന്നലുണ്ടാവും, ശരി തന്നെയാണല്ലോ, അങ്ങനെ ഉണ്ടെങ്കിലോ. അതിന് ചില ഇബാറത്തുകൾ എന്ത് ചെയ്യും, തെറ്റായി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നിന്ന് ഇവരെന്ത് ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. ആദ്യം ഇവര് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ വാചകം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ വാചകം, സാധാരണ മൗലവിമാര് തെറ്റിദ്ധരിപ്പിക്കുന്ന വാചകം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ قد يفعله بعض الناس ويكون له فيه أجر عظيم لحسن قصده وتعليمه لرسول الله صلى الله عليه وسلم كما قدمته لك أنه يحسن من بعض الناس ما يستقبح من المؤمن المصدق എന്ന വാചകത്തെ വളച്ചൊടിച്ച് അതിന്റെ അവസാന ഭാഗം വിട്ടുകൊണ്ടാണ് ചില ആളുകൾ വായിക്കാറുള്ളത്. എന്താണ് സംഗതി? യാഥാർത്ഥ്യം എന്താണ് അതിന്റെ അർത്ഥം? അപ്പോൾ ജന്മദിനത്തെ ആദരിക്കുകയും അതിനെ ആഘോഷമാക്കുകയും ചെയ്യുക എന്നത് ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്കതിന് മഹത്തായ പ്രതിഫലം ലഭിക്കും. അവന്റെ ഉദ്ദേശശുദ്ധിയും പ്രവാചകനോടുള്ള ആദരവുമാണ് അതിന് കാരണം. ഇത്ര മാത്രമാണ് സാധാരണ. പിന്നെ ഇത് ഇബ്നു തൈമിയ്യയുടെ ഏതു കിതാബിലാണ് പ്ലീസ് പറയൂ ഉസ്താദ് എന്നാണ്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന പുസ്തകത്തിന്റെ 2ാം വാല്യം പേജ് നമ്പർ 617 നിന്നാണ് ഈ സംഗതി വായിച്ചിട്ടുള്ളത്. സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്ര മാത്രമേ ഇവർ വായിക്കാറുള്ളൂ. എന്നാൽ മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും ഇവർ ചെയ്യുന്ന നിലക്കുള്ള ജന്മദിനാഘോഷത്തെ, പ്രവാചകന്റെ ജന്മദിനാഘോഷത്തെ ന്യായീകരിക്കുകയോ അത് പുണ്യമാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെ മഹാനവറുകൾ പറഞ്ഞത്, സാധാരണ ആളുകൾ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുകയും ജൂത ക്രിസ്ത്യാനികളെ പോലെ ഇസ്ലാമിലും പ്രവാചകന്റെ ജന്മദിനമാഘോഷമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പേർഷ്യക്കാരെയും ഒക്കെ അനുകരിച്ച് ഇസ്ലാമിലേക്ക് ഇതുപോലുള്ള ഇഹ്തിഫാലുകൾ, ആഘോഷങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിനെ മലീമസമാക്കുന്ന സാഹചര്യത്തിൽ അവര് ചെയ്യേണ്ട സംഗതികൾ, അവര് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട, അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പ്രതിഫലം കിട്ടിയേക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വാചകം അവസാനിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: നല്ലൊരു വിശ്വാസിക്ക് ചെയ്യൽ മോശമായ ചില കാര്യങ്ങൾ നല്ലവരല്ലാത്ത ചില ആളുകളിൽ നിന്നാവുമ്പോൾ അത് നല്ല കാര്യമാണ് എന്ന് ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആ വാചകത്തിന്റെ അവസാനത്തിലുള്ളത്. ഇത് നല്ലത് ചില ആളുകൾ
അതായത് നല്ലൊരു വിശ്വാസിക്ക് ചെയ്യൽ മോശമായ ചില കാര്യം, ശരിയായ ഒരു സത്യവിശ്വാസിക്ക് ചെയ്യൽ മോശമായ ഒരു കാര്യം നല്ലവരല്ലാത്ത ചിലരിൽ നിന്നാകുമ്പോൾ അത് നല്ല കാര്യമാകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നബിദിനാഘോഷം ഒരു പുണ്യകർമ്മമാണെങ്കിൽ എല്ലാവർക്കും അത് പുണ്യം തന്നെയല്ലേ? എന്നാൽ എല്ലാവർക്കും നബിദിനാഘോഷം നടത്താം എന്നോ അവർക്ക് മഹത്തായ പ്രതിഫലം ലഭിക്കുമെന്നോ അദ്ദേഹം ആ വാചകത്തിൽ പറഞ്ഞിട്ടില്ല. ഇന്ന് നടക്കുന്നത് പോലുള്ള ശിർക്കും ബിദ്അത്തുകളും തമിർത്താടുന്ന അതല്ലെങ്കിൽ തിമിർത്താടുന്ന നബിദിനാഘോഷത്തെ സംബന്ധിച്ചുമല്ല അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം നബിദിനാഘോഷത്തെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ബിദ്അത്തുകൾക്കെതിരെ ശക്തമായി പോരാടിയ ആ മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞതറിയോ? ഇഹ്ദാസു അഅയാദ് വഹ്തിഫാലാത്ത്, ഈ ആഘോഷങ്ങളും അതേ നിലക്കുള്ള ഈ ജന്മദിനാഘോഷങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഏർപ്പാട് ലം യസ്റഅഹു അല്ലാഹു വലാ റസൂലുഹു, അല്ലാഹുവോ അവന്റെ റസൂലോ ശറഅക്കിയതല്ല. ശരിക്കും മനസ്സിലാക്കണം. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് ശരിക്കും കേട്ടോളി. അല്ലാഹുവോ അവന്റെ റസൂലോ അത് നിയമമാക്കിയിട്ടില്ല. ഇന്നമാ ഫഅലതഹൽ ഉമമുൽ ഉഖ്റ, അത് മറ്റു ചില സമൂഹങ്ങളാണ് ചെയ്തത്. കൽ യഹൂദി വൻ നസാറ, ജൂതന്മാരെ പോലെ നസാറാക്കളെ പോലെ, ഔ ഫാരിസ് വറൂം, അതല്ലെങ്കിൽ പേർഷ്യക്കാർ, അതല്ലെങ്കിൽ റോമക്കാർ, ഏതുപോലെ കഹ്തിഫാലി ബിയൗമി ആശൂറ, ആശൂറ ദിവസത്തിൽ ആഘോഷം സംഘടിപ്പിക്കുന്നു. ചില ആളുകളുണ്ടല്ലോ മുഹറം 10 ആഘോഷം സംഘടിപ്പിക്കുന്നവരുണ്ട്. അതേപോലെ മുഹറം 10 ശരീരത്തെ പ്രവർത്തിക്കുന്ന ടീമുണ്ട്. ഏതൊക്കെ ആഘോഷങ്ങളാണ് ജൂത ക്രിസ്ത്യാനികളെ പോലെ അനുകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്? കഹ്തിഫാലി ബിയൗമി ആശൂറ വബി മൗലിദിൻ നബവി, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത്. അതേപോലെ തന്നെ ഇസ്രാ മിഅ്റാജ്, ശഅബാൻ 15, അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വഹ്ദാസ് സ്വലവാത്ത്, ചില സ്വലാത്തുകൾ ഉണ്ടാക്കി ലം യസ്റഅഹു അല്ലാഹു നിയമമാക്കാത്ത കസലാത്ത് റഗായിബ് നിസ്കാരം പോലെ. അതേപോലെ തന്നെ ചില ദിവസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ആരാധന ചെയ്യുക. ഇങ്ങനെ ഒരുപാട് അനാചാരങ്ങൾ അദ്ദേഹം ഇതേ പുസ്തകത്തിൽ തന്നെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന പുസ്തകത്തിലെ 1ാം വോള്യത്തിലെ 35ാമത്തെ പേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താ? നബിദിനം അനിസ്ലാമികമാണ്, ജൂത ക്രിസ്ത്യാനികളെ അനുകരിച്ച് ചെയ്യലാണ്, അതൊന്നും ഇസ്ലാമികമല്ല എന്നാണ് എന്ത് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. ഇതൊന്നും ആർക്കറിയില്ല? സാധാരണക്കാരായ ആൾക്കറിയില്ല. ഇത് മൗലവിമാര് പറയുന്നത് അങ്ങനെ തന്നെ തൊടാണ്ട് വിഴുങ്ങി മുജാഹിദ് വഹാബികളുടെ നേതാവായ ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതങ്ങനെ അന്ധമായി പിൻപറ്റുന്ന യാക്കോബ് ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കാം. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ അതിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാവും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം. ഞാൻ ഒന്നുകൂടി പറയാം. ഇഹ്ദാസു അഅയാദ് വഹ്തിഫാലാത്ത്, ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയാൻ ലം യസ്റഅഹു അല്ലാഹു അത് ശറഅക്കിയിട്ടില്ല, വലാ റസൂലുഹു അല്ലാഹുവിന്റെ റസൂലോ. ഏതുപോലെ എന്നിട്ടോ ആരാണത് ചെയ്തത്? ഇന്നമാ ഫഅലതുഹ, അത് ചെയ്തത് അൽ ഉമമുൽ ഉഖ്റ, മറ്റു സമൂഹങ്ങളാണ്. ആരാണ് ഈ മറ്റു സമൂഹങ്ങൾ? ഈ ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? കൽ യഹൂദി, ജൂതന്മാരെ പോലെ, വൻ നസാറ, അതല്ലെങ്കിൽ നസാറാക്കളെ പോലെ, ഔ ഫാരിസ്, പേർഷ്യക്കാരെ പോലെ, വറൂം, അതല്ലെങ്കിൽ റോമക്കാരെ പോലെ, വനഹ്വിഹിം, അവരെ പോലെയുള്ളവരും. ഏതൊക്കെയാണ് അവർ ആഘോഷങ്ങൾ ഉണ്ടാക്കിയത്? കഹ്തിഫാലി ബിയൗമി ആശൂറ, ആശൂറ ദിവസത്തിലെ ആഘോഷം പോലെ, വബി മൗലിദിൻ നബവി, പ്രവാചകന്റെ ജന്മദിനാഘോഷം ഉണ്ടാക്കിയതുപോലെ, വബി ലൈലത്തിൽ ഇസ്റാഇ വൽ മിഅ്റാജ്, ഇസ്റാ മിഅ്റാജിന്റെ രാവ്. എന്നാണ് ഇസ്റാ മിഅ്റാജ് ഉണ്ടായതെന്ന് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ കഴിയില്ല. അന്നൊരു ആഘോഷം ഉണ്ടാക്കണമെങ്കിൽ അന്ന് നോമ്പ് തോൽക്കണമെങ്കിൽ ഒക്കെ തെളിവ് വേണ്ടേ? എന്നാണത് ഉണ്ടായത് തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ കഴിയൂല. അതേപോലെ ശഅബാൻ 15ന്റെ ആഘോഷം അല്ലേ, ബറാത്ത് രാവ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. അതിനൊന്നും എന്തില്ല, യാതൊരു തെളിവുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ
സഹോദരൻ അബൂ അഹമ്മദ് ചോദിക്കുന്നത് അതിന് സാധാരണവര് ദുർവ്യാഖ്യാനം ചെയ്യാറുള്ള ഇബാറത്താണെങ്കിൽ അത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിലുണ്ട്. ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅലുൻ നാസ് ويكون له فيه أجر عظيم لحسن قصده وتعليمه لرسول الله صلى الله عليه وسلم كما قدمته لك أنه يحسن من بعض الناس ما يستقبح من المؤمن المسدد. ഇതാണ് ഈ വാചകത്തെയാണ് അടർത്തിയെടുത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് എന്ത് ചെയ്യാത്ത ദുർവ്യാഖ്യാനം ചെയ്യാറുള്ളത്. മനസ്സിലായല്ലോ. മഹാനായ ഇബ്നു തൈമിയയും ഈ ദുഷിച്ച ഏർപ്പാടിനെ ന്യായീകരിച്ചിട്ടില്ല, അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല. മൈക്ക് ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ളത്, ഇവര് സാധാരണ സമസ്തക്കാരെ പല കോലത്തിലാണ് പറയാ. ചിലപ്പോ പറയും നബിദിനം കഴിക്കൽ ഇജ്മാ ആണ്, ചിലപ്പോ പറയും ഖുർആനിൽ ആയത്തുണ്ട് എന്ന്, ചിലപ്പോ പറയും ഹദീസ് ഉണ്ടെന്ന്. എന്തായാലും ഇവര് സാധാരണ ഒരു ഹദീസ് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടിയതിനു ശേഷം അഖീഖ അറുത്ത് കൊടുത്തു, അത് ജന്മദിനത്തിന് തെളിവാണ്. ഒന്ന് ആ ഹദീസ് സ്വഹീഹാണോ? ഇനി അതല്ല എന്താണ് എന്റെ വിശദീകരണം? അസ്സലാമു അലൈക്കും. സാധാരണ ഇവര് തെളിവുദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയതിനു ശേഷം എന്ത് ചെയ്തു? അഖ അൻ നഫ്സിഹി ബഅദ നുബുവ, നുബുവത്തിന് ശേഷം അദ്ദേഹം സ്വന്തത്തിന് വേണ്ടി അഖീഖ അറുത്തു, അറവ് നടത്തി എന്നാണ്. അത് റവാന്നാണ് സാധാരണ. സ്വഹീഹായ ഹദീസാണെങ്കിൽ അങ്ങനെ പറയാം. ഇത് റുവിയാണ്, മജ്ഹൂലാണ്. ആരാണ് ഇതിന്റെ ഉപജ്ഞാതാവ്, ഏതാണ് ഈ ഹദീസ് എന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, അറിയാൻ പറ്റില്ല. ഈ ഹദീസ് തന്നെ അഇമ്മത്തുകൾ ഈ ഹദീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ അങ്ങനെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇത്തരം കക്ഷികൾ, പിഴച്ച കക്ഷികളൊക്കെ തെളിവ് പിടിക്കാറുള്ളത് ഒന്നുകിൽ മൗലു ആയിരിക്കും, അതല്ലെങ്കിൽ ദഈഫായിരിക്കും, അതല്ലെങ്കിൽ സ്വഹീഹായിരിക്കും. പക്ഷേ അതിന്റെ ആശയത്തിൽ നിന്ന്, ശരിയായ ആശയത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യാറാണ്. ഇങ്ങനെ 3-4 രീതികളിലൂടെയാണ് സത്യത്തിൽ ഇസ്ലാമിനെ വികൃതമാക്കാൻ ഇറങ്ങിത്തിരിച്ച മുഴുവൻ കക്ഷികളും സാധാരണ ചെയ്യാറുള്ളത്. ശരിയായ നിലക്ക് ഒരു വിശദീകരണങ്ങളോ വ്യാഖ്യാനങ്ങളോ അവർക്ക് നൽകാൻ കഴിയില്ല. ഈ ഹദീസ് അഇമ്മത്തുകളൊക്കെ ഈ പറയുന്ന ഈ ഈ തെളിവായി ഉദ്ധരിക്കുന്ന ഈ ഹദീസിനെ അവര് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഒന്ന് അഹ്മദ് ബിൻ ഹംബൽ, മഹാനായ ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ. അതിന്റെ കാരണങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ മഹാനവറുകൾ ആ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വൽ ബസ്സാർ, ഇമാം ബസ്സാർ, വൽ ബൈഹഖി, രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാഫിഈ മദ്ഹബിലെ ആധികാരികമായ, ഇമാം ഷാഫി കഴിഞ്ഞാൽ ആധികാരികമായ ശബ്ദമാണ് ഇമാം നവവിയുടെ ശബ്ദം, അല്ലെ? ഇമാം നവവി എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിലെ നല്ല ശബ്ദമാണ്. ഇമാം ഷാഫിയുടെ ചില അഭിപ്രായങ്ങളെ പോലും തിരുത്തി, അതല്ലെങ്കിൽ ഇമാം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഉസ്താദ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടതെന്ന് പറഞ്ഞ് തിരുത്താൻ വരെ അത്രയും ആധികാരികതയുള്ള ഇമാം നവവി. വൽ ഹാഫിദ്, അതേപോലെ വൽ ഹാഫിദുൽ മുസി, വൽ ഹാഫിദുൽ ദഹബി, വൽ ഹാഫിദ് ഇബ്നു ഹജർ, ഈ അഇമ്മത്തുകൾ മുഴുവനും ഈ തെളിവുദ്ധരിക്കുന്ന ഹദീസ് എന്താണ്? ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ തെളിവ്. രണ്ടാമത് പണ്ഡിതന്മാര് പറയുന്നു വലൗ സബത ഹാദാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ഇത് റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഇതില് എന്താ തെളിവുള്ളത്?
ഇതിലെങ്ങനെ തെളിവുള്ളത്? അള്ളാന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാൻ എങ്ങനെ ഇതിൽ തെളിവുണ്ടാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജന്മദിനത്തിനാണോ അറിവ് നടത്തിയത്? ഇതിന്റെ ജന്മദിനാണ്, അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അറുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ സ്വന്തത്തിന് വേണ്ടി അഖീഖത്ത് അറുത്തു എന്നതുകൊണ്ട് അത് റസൂലിന് മാത്രം പ്രത്യേകമല്ലല്ലോ. അത് യഖുസ്സു ലാ യുസ്തഹബ്ബു ലികുല്ലി മുസ്ലിമിൻ യഖ നഫ്സിഹി ശുക്രൻ ലില്ലാഹി അലാ നിഅമത്തിൽ ഖൽഖി വൽ ഈജാദ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും തെളിവാകും? അത് തെളിവാവുകയില്ല. അതിനുള്ള കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഹബ്ബു ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും അത് എന്താവില്ല, മുസ്തഹബാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ഒരു സംഗതിയായിട്ട് പണ്ഡിതന്മാർ അതിനെ എണ്ണുകയാണ്. ഇനി മാത്രമല്ല, ഇനി അതിന് ഖണ്ഡനം നൽകിയ മറ്റു പണ്ഡിതന്മാർ പറയുന്നത് അഖീഖ റസൂലുള്ളാഹിക്ക് മാത്രമുള്ളതല്ലോ, എല്ലാ മുസ്ലിമീങ്ങൾക്കുള്ളതല്ലേ, അത് ഇസ്ലാം പഠിപ്പിച്ച മറ്റൊരു സുന്നത്ത് മാത്രമല്ലേ ഉള്ളൂ. അതെങ്ങനെയാണ് ജന്മദിനത്തിന് തെളിവാവുക? കൃത്യമായി അതിനെ പണ്ഡിതന്മാർ അക്കമിട്ട് എണ്ണി അതിന് ഖണ്ഡനം നൽകിയതായി കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരൻ മനസ്സിലാക്കുക, ഈ ഹദീസല്ല വാറോലയാണ്, അതിന്റെ സനദ് ദുർബലമാണ്. അഇമ്മത്തുകളൊക്കെ ഇത്തിഫാഖോടുകൂടെ അഭിപ്രായപ്പെട്ട കാര്യമാണ്, അത് ദുർബലമാണ് എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരന്മാരെ കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. ഉസ്താദ്, എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നേ. മുൻകാല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിലും മൗലൂദാഘോഷം അംഗീകരിച്ചതായി കാണാമെന്ന് സമസ്തക്കാർ പറയുന്നു. എന്താണ് അവരോട് പറയാനുള്ള കൃത്യമായൊരു മറുപടി? കാരണം ഖുറാഫികൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ നബിദിനം ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനം ബിദ്അത്താണെന്ന മുജാഹിദുകളുടെ അതിശക്തമായ പ്രചരണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ, കാരണം നബിദിനങ്ങാനും നിർത്തിയാലും മുസ്ലിംമാർക്ക് വമ്പിച്ച നഷ്ടാണല്ലോ വരാനുള്ളത്. ഏതെങ്കിലും നിലക്ക് അത് സ്ഥാപിച്ചെടുക്കൽ അവരുടെ ബാധ്യതയാണ്. എങ്ങനെങ്കിലും, കാരണം ഈ നബിദിനം ആഘോഷിക്കുന്ന മുഴുവൻ മുസ്ലിംമാർക്കും അറിയാം, അതല്ലെങ്കിൽ പുരോഹിതന്മാർക്കും അറിയാം ഇത് സംഗതി ഇതിന് ഇസ്ലാമിൽ തെളിവില്ല. എല്ലാവരും ഇത് ന്യായീകരിക്കുന്ന സംഘടനകൾ അവരുടെ ഔദ്യോഗികമായ പത്രങ്ങളിൽ വരെ എഴുതി ധാരാളം തവണ പ്രസിദ്ധീകരിച്ച സംഗതിയാണ്. 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ് ഈ ഏർപ്പാട് എന്നുള്ളത്. അപ്പൊ പിന്നെ ആകെ കുടുങ്ങി, ഇതിന് തെളിവ് ഉണ്ടാക്കി ആകെ പ്രയാസപ്പെടാൻ സാധിക്കുന്നത്. അപ്പൊ കുറെ പറയും ഇതിന് കീമിയ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ പറയാം ഹദീസിലുണ്ട്, ചിലപ്പോ പറയും നബി ഹഖീഖത്ത് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേത് ഖദീജ ബീവിയുടെ മൗലീദ് ആഘോഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഅബ ബിൻ സുഹൈറിന് പുതപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവിടെ ഇവിടെ എല്ലാം പിടിച്ചു നോക്കി എങ്ങനെങ്കിലും ഒരു പിടിവള്ളി കിട്ടണം എന്ന് അന്വേഷിച്ച് നടക്കുന്ന മുസ്ലിംമാര് അവസാനം പിടിച്ചു തോന്നുന്ന ഒരു പിടിവള്ളിയാണ് വഹാബികളുടെ മുൻഗാമികളായ നേതാക്കന്മാർ ജന്മദിനം ആഘോഷിച്ചിരുന്നു, നബിദിനം ആഘോഷിച്ചിരുന്നു. 1936 അൽ മുർഷിദിലും 1925 അൽ ഇർഷാദിലുമൊക്കെ ഇക്കാര്യം മുജാഹിദ് നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടെന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും. പ്രമാണങ്ങളിൽ ഇല്ലാത്തത് ആര് പറഞ്ഞാലും, അത് കെ എം മൗലവി പറഞ്ഞാലും, അതേപോലെ തന്നെ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞാലും, ഇനി അതല്ല അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞാലും, ആര് പറഞ്ഞാലും മുജാഹിദുകൾ അത് സ്വീകരിക്കുകയില്ല, അത് തള്ളിക്കളയും. കാരണം പ്രമാണങ്ങളോട് യോജിക്കുന്നില്ല എന്നത്. എന്നാൽ പ്രമാണങ്ങളിലുള്ള സംഗതി ആര് പറഞ്ഞാലും മുജാഹിദുകൾ അംഗീകരിക്കും ചെയ്യും. അത് സാക്ഷാൽ കാന്തപുരം പറഞ്ഞാൽ തന്നെ മുജാഹിദുകൾ അംഗീകരിക്കും. സലഫികളുടെ സമീപനാണത്. കാരണം പ്രമാണങ്ങളോടാണല്ലോ കൂറുള്ളത് നമുക്ക്. പക്ഷെ കാന്തപുരം അങ്ങനെ പ്രമാണബദ്ധമായി പറയാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ മൂപ്പര് പറഞ്ഞാലോ നമ്മൾ അംഗീകരിക്കും, അതിൽ നമുക്ക് പിടിവാശിയൊന്നുമില്ല. പ്രമാണ വിരുദ്ധമായത് പറഞ്ഞത് കൊണ്ടാണല്ലോ
ഇന്ന് പല നേതാക്കന്മാരെയും നമ്മൾ തള്ളിയത്, നമ്മൾ ധൈര്യസമേതം തള്ളി. ഇന്ന നേതാവ് സംഗതിയൊക്കെ മൂപ്പര് വലിയ മൂല്യരാണ്, വലിയ ഉസ്താദാണ്, പക്ഷേ പറഞ്ഞതിന് ഇസ്ലാമിൽ തെളിവില്ല. അതല്ലേ നമ്മുടെ നിലപാട്. അതുകൊണ്ട് എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് പ്രമാണങ്ങളാണ്. ഇല്ല KM മൗലവി പറഞ്ഞോ, അൽ ഇർഷാദ് പറഞ്ഞോ, അൽ മുർഷിദ് പറഞ്ഞോ എന്നുള്ള ചോദ്യം അവിടെ എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി വിശദീകരിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് നമ്മൾ ഈ വിഷയവുമായിട്ടല്ല, എന്ത് വിഷയത്തിലും നമ്മുടെ നിലപാട് അതാണ്. സഹോദരങ്ങളെ, അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബലിനോട് ഒരാൾ ചോദിച്ചു, ഇബ്നു മുബാറക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇബ്നു മുബാറക്ക് ആകാശത്തു നിന്ന് ഇറങ്ങിയ ആളൊന്നല്ലല്ലോ. ഇബ്നു മുബാറക്ക് എന്താ ആകാശത്തു നിന്ന് ഇറങ്ങിയ ആളാണോ? അപ്പൊ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചല്ല, ഇബ്രാഹിമിന് അദ്ദേഹവും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതെല്ലാം വഴിയോരത്തുള്ള നിർമ്മിതികളാണ്. നിങ്ങൾ അസ്ലിലേക്കാണ് നോക്കേണ്ടത്. ഒരിക്കലും വലിയവനായി തോന്നുന്ന ഒരാളുടെയും വാക്കിന് വേണ്ടി മതാധ്യാപനങ്ങൾ ഒഴിവാക്കപ്പെടാവതല്ല. കാരണം മതമാണ് വലുത്. കാരണം അവരുടെ വ്യാഖ്യാനങ്ങളിലും അബദ്ധങ്ങൾ വരാം. ഒരുപക്ഷെ ചില ഹദീസുകൾ അവർക്ക് ലഭിച്ചില്ലെന്നും വരാം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വാക്കാണിത്. ഇത് തെൽബീസു ഇബ്ലീസ് എന്ന പുസ്തകത്തിലെ 136-ാമത്തെ പേജിൽ നമുക്കത് കാണാൻ കഴിയും. ഞാനിതിന്റെ മലയാളമാണ് പറഞ്ഞത്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ്. ഇനി 1936 അൽ മുർഷിദിലും 1925 അൽ ഇർഷാദിലുമൊക്കെ അതാണല്ലോ സാധാരണ ഇപ്പോൾ ഇവർ പറയാറുള്ളത്. അതിലൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവർ ഈ ചെയ്യുന്ന നിലക്കുള്ള നബിദിനാഘോഷത്തെ ന്യായീകരിച്ചിട്ടുള്ള ഒരു വരി പേർക്ക് കാണിച്ചു തരാൻ പറ്റും. ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ ശബ്ദത്തിന്റെ പരിധിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വിഷയം സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നബിദിനാഘോഷത്തെ ഇന്നിവർ ചെയ്യുന്ന നിലക്കുള്ള ഈ നബിദിനാഘോഷം, ആ നബിദിനാഘോഷത്തെ ന്യായീകരിച്ചുള്ള ഒരു അരവരിയെങ്കിലും കാണിച്ചു തന്നാൽ നമ്മൾ നബിദിനാഘോഷിക്കും. യാതൊരു സംശയമല്ല. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? കേരള മുസ്ലിം ഐക്യസംഘം പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ അൽ ഇർഷാദ്. കേരള മുസ്ലിം ഐക്യസംഘത്തിലുണ്ടായിരുന്നത് വഹാബികൾ മാത്രമായിരുന്നില്ല. ഇന്ന് സമസ്തക്കാരുടെ നേതാക്കളായി കാണുന്ന പലരും അന്ന് കേരള മുസ്ലിം ഐക്യസംഘത്തിലുണ്ടായിരുന്നു. ഐക്യസംഘത്തിൽ മാത്രമല്ല, പിന്നീടുണ്ടായ കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായപ്പോഴും ആ കേരള ജമിയത്തുൽ ഉലമയിലും ഇന്ന് സമസ്തക്കാരുടെ പല നേതാക്കന്മാരും അവർ നേതാക്കന്മാരായി കാണുന്ന പലരും എന്തുണ്ടായിരുന്നു? അന്ന് കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായപ്പോ ആ സംഘടനയിലുണ്ടായിരുന്നു. പിന്നീട് ചൂഷണ മനോഭാവം വെച്ച് നടക്കുന്ന സമസ്തക്കാർക്ക് അതൊന്നും ഈ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ആ സംഘടനയിൽ നടക്കൂല എന്ന് കണ്ടപ്പോഴാണ് 1926 സമസ്ത എന്ന പേരിൽ ഒരു റിബൽ ജംഇയ്യത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. അന്ന് കേരള മുസ്ലിം ഐക്യസംഘത്തിലും അതേപോലെ കേരള ജമിയത്തുൽ ഉലമയിലും ഒക്കെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാര് ഷാഫി മദ്ഹബുകാരിൽ അന്നുണ്ടായിരുന്ന വഹാബികളും ഷാഫി മദ്ഹബിനെ പിൻപറ്റുന്ന ആളുകൾ തന്നെയായിരുന്നു. കാരണം അവരൊക്കെ ഈ നിലക്കുള്ള മാറാപ്പുകളൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല സംഗതികളും പ്രമാണവിരുദ്ധമായി പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഷാഫി മദ്ഹബിൽ ആകൃഷ്ടരായ ആളുകളായിരുന്നു. മദ്ഹബ് അനുസരിച്ചും അതേപോലെ പണ്ഡിതന്മാർക്കനുസരിച്ചും ചില അഭിപ്രായങ്ങളൊക്കെ അവരെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ പലതും അവർ തിരുത്തും ചെയ്തിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ അൽ ഇർഷാദിൽ 1936 അതേപോലെ അൽ മുർഷിദില് ഈ ജന്മദിനാഘോഷവുമായി വന്ന ഒരു ലേഖനം എഴുതിയത് E.K. മൗലവിയായിരുന്നു. എന്തായിരുന്നു സത്യത്തിൽ ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നത്? ആ ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ താരീഖുൽ മൗലിദി വഹുക്മുഹു എന്നായിരുന്നു. താരീഖുൽ മൗലിദി വഹുക്മുഹു, ജന്മദിനാഘോഷത്തിന്റെ ചരിത്രവും വിധിയും എന്ന ടൈറ്റിലാണ് അങ്ങനെ ഒരു ലേഖനം E.K. മൗലവി എഴുതിയത്. ആ ലേഖനത്തിൽ
അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം സംഘടിപ്പിക്കാൻ പറ്റുകയില്ല എന്ന്. ചില വരികൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഇവർ സമർത്ഥിക്കാറുള്ളത്. ഇവർ പറയുന്നത് അത് അറബി മലയാളത്തിലുള്ള ഒരു പുസ്തകമാണ്, പ്രസിദ്ധീകരണമാണ്. അറബി മലയാളം വായിക്കാൻ അറിയുന്ന ആളുകൾക്ക് അറിയാം. അതിൽ അദ്ദേഹം എന്താണ്, അസ്സലാമു അലൈക്കും, ബനു ഉമൈദ വംശമാണ് ആദ്യമായി നബിദിനം ആഘോഷിച്ചത് എന്ന് വിവരിക്കുന്നത് ഏത് കിതാബാണെന്ന് വിശദമായി വിവരിക്കും. ക്ഷമിക്കണം, മൈക്കില്ല. ഓക്കെ. പിന്നെ റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മഗ്രിബ് മുതൽ മശ്രിഖ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഈ വരികളാണ് സാധാരണ മൗലവിമാര് സ്റ്റേജിൽ നിന്ന് വായിക്കാറുള്ളത്. ഇതിലെന്താ സംഗതി അറിയോ? ഞാൻ ഹെഡിങ് പറഞ്ഞ് താരീഖുൽ മൗലിദി വ ഹുക്മുഹു എന്ന ഹെഡിങ്ങിന്റെ താഴെ കെ മൗലവി ഈ ജന്മദിനാഘോഷത്തിന്റെ ചരിത്രവും ഇതെന്നാ ഉണ്ടായത്, ലോകത്ത് എവിടൊക്കെയാണ് നടക്കുന്നത് എന്ന് എഴുതിയതാണ്. അതല്ലാതെ ഇത് പുണ്യമാണ്, ഇത് ആഘോഷിക്കാൻ പറ്റുന്ന എഴുതിയല്ല. സ്വാഭാവികമായിട്ടും നമ്മളൊരു സംഗതി ടെക്സ്റ്റ് അടിച്ചുകൊണ്ട് മറുപടി പറയാൻ പ്രയാസന്റെ സഹോദരങ്ങളെ മൈക്ക് എടുത്ത് ചോദിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ ഓരോരുത്തർ ടെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ കഴിയില്ല. കാരണം കുറേ PM-കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനങ്ങനെ ഓരോ PM-നും മറുപടി പറയാനെങ്കിൽ സമയമല്ല. 10:51 അപ്പോൾ മൈക്കിലൂടെ ചോദിച്ച ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ മറുപടി പറയാൻ സാധിക്കുള്ളൂ. ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ചോദിച്ച ചോദ്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇക്കാര്യം വിശദീകരിക്കുന്നത്. അപ്പം ജന്മദിനാഘോഷത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ഒരു ലേഖനത്തിൽ അത് എവിടൊക്കെ നടക്കുന്നത്, എന്തെല്ലാം ഏതെല്ലാം എന്നൊക്കെ കെ മൗലവി അതിൽ എഴുതിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹം അതിൽ അംഗീകരിക്കുകയോ അത് പുണ്യമാണെന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എനിക്ക് കേട്ടോളി അദ്ദേഹം അതിൽ എഴുതുന്നത് എന്താണ് അദ്ദേഹം എഴുതിയത്? ഹറാമോ മക്റൂഹോ ഖിലാഫുൽ ഈ അറബി മലയാളം ആയതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് അറബി മലയാളമായിട്ട് അറിയില്ല. ഞാനാണെങ്കിൽ മദ്രസിലെ അറബി മലയാളമായിട്ട് പഠിച്ചിട്ടില്ല. ഹറാമോ മക്റൂഹോ ഖിലാഫുൽ ഔലയോ ആയ യാതൊരു സംഗീതവും വിനോദവും മറ്റും ഒന്നും കൂടാതെ തന്നെ മൗലിദ് കഴിക്കുന്നതായാലും മൗലിദ് എന്ന നിയ്യത്ത് കൊണ്ട് തന്നെ അത് ബിദ്അത്താകുന്നു. കെ മൗലവി എഴുതട്ടോ. എന്തുകൊണ്ടെന്നാൽ അത് ദീനിൽ ഏറ്റലാണ്, പൂർവികരായ സലഫീങ്ങളുടെ അമലിൽപ്പെട്ടതല്ല. സലഫീങ്ങളോട് തുടരുന്നതാകുന്നു ഏറ്റവും നല്ലത് എന്നു മാത്രമല്ല അവരുടെ നടപടിക്ക് വിരോധമായി ഒരു നിയ്യത്ത് കൂടി ഏറ്റാതിരിക്കാൻ ഏറ്റവും നിർബന്ധമായിട്ടുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട് തുടരുന്നതിലും നബിയെയും നബിയുടെ സുന്നത്തിനെയും തഅലീം ചെയ്യുന്നതിലും ജനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ശ്രദ്ധയും ഉത്സാഹവുമുള്ളവർ അവർ സലഫീങ്ങൾ തന്നെയായിരുന്നു. അവരിൽ നിന്ന് ഒരാളെങ്കിലും മൗലിദ് എന്ന നിയ്യത്തോടുകൂടി ഇങ്ങനെ ഒരു അമൽ ചെയ്തതായി നഖൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നാം അവരുടെ പിൻഗാമികളാണ്. അപ്പോൾ അവർക്ക് വിശാലമായിട്ടുള്ളത് നമുക്കും വിശാലമാകും. കണ്ടോ? ഒന്ന് നോക്കി നിങ്ങൾ സഹോദരങ്ങളെ, വളരെ കൃത്യമായി കെ മൗലവി എഴുതി. എന്ത്? സലഫുകളുടെ മാർഗമാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. അത് ബിദ്അത്താകുന്നു തന്നെ എഴുതിയില്ലേ? കേട്ടില്ല നിങ്ങൾ? ഹറാമോ മക്റൂഹോ എന്നൊക്കെ എഴുതിയിട്ട് അദ്ദേഹം അവസാനം എഴുതിയ മൗലിദ് കഴിക്കുന്നതായാലും മൗലിദ് എന്ന നിയ്യത്ത് കൊണ്ട് തന്നെ അത് ബിദ്അത്താകുന്നു. നിയ്യത്ത് കൊണ്ട് തന്നെ അത് ബിദ്അത്താകുന്നു എന്നാണ് എന്ത് ചെയ്തത്? കെ മൗലവി പറഞ്ഞത്. അപ്പൊ അതിന് അവസാനം മുജാഹിദ് നേതാക്കന്മാര് പറഞ്ഞു എന്നുള്ള പിടിവള്ളിമ പിടിച്ചിട്ടൊന്നും ഈ ജാതി പുത്തനാചാരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ആചരിക്കാൻ യാതൊരു തെളിവും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു അസലും ഒരു തെളിവും ഒരു പ്രമാണങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലക്കുള്ള വിശദീകരണങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൈക്രോലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാർ ക്ഷമിക്കണം, ഞാൻ നേരത്തെ കൈപൂക്കി ഇസ്മായിലിന്റെ മുകളിലുണ്ടായിരുന്നു. പക്ഷെ കൈ തട്ടിയിട്ട് നേരെ മൈക്കെന്ന്
കൈ ഹാൻഡ് റൈസിംഗ് പോയതാണ്. ഞാൻ ഇസ്മായിലിനോട് ചോദിച്ചിട്ടാണ് മൈക്ക് എടുത്തിട്ടുള്ളത്. കേൾക്കണോ? ഓക്കെ. ഉസ്താദേ, മറ്റേ നമ്മുടെ ഫേസ്ബുക്കിലും മറ്റൊക്കെ ആയിട്ട് സമസ്തക്കാരായ ആളുകൾ ചില ഉദ്ധരണികളുടെ മലയാളത്തിലുള്ള പോസ്റ്ററുകൾ കൊടുക്കുന്നത് കാണുന്നുണ്ട്. അതിന് കൂടി ഒന്ന് ഉസ്താദ് മറുപടി തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വളരെ പേർക്ക് ഉപകാരം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. നബിദിനാഘോഷം ഇസ്ലാമികമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ്, ഇമാം ഷാഫി റഹിമഹുല്ലാഹ്, ഇത്തരം ആളുകളുടെ അഥവാ ഈ സ്വഹാബിമാരുടെയും അതുപോലെ തന്നെ ഇമാം ഷാഫിയുടെയും ഒക്കെ ഉദ്ധരണിയായി അവർ സമർപ്പിക്കുകയാണ്. ഇമാം ഷാഫി പറഞ്ഞത്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് സഹോദരന്മാരെ സംഘടിപ്പിക്കുകയും ഭക്ഷണം തയ്യാറാക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ അന്ത്യനാളിൽ അവൻ സ്വർഗത്തിൽ സജ്ജനങ്ങളോടൊപ്പമായിരിക്കുമെന്നും, അതേപോലെ തന്നെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് മഹത്വം കൽപ്പിച്ചാൽ അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കായിട്ടും, ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദ് ഓതാൻ 1 ദിർഹം ചെലവഴിച്ചാൽ അവൻ ബദറിലും ഹുനൈനിലും പങ്കെടുത്ത രക്തസാക്ഷിയെ പോലെയാണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കായിട്ടൊക്കെ അതിന് സമാനമായ രൂപത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദിന് മഹത്വം കൽപ്പിക്കുകയും അത് പാരായണം ചെയ്യാൻ അവൻ കാരണക്കാരനാവുകയും ചെയ്താൽ ഈമാനോട് കൂടെ മരിക്കുകയും വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ വാക്കായിട്ട് ഒരു ഉദ്ധരണി കൊടുത്തതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇതിന് പ്രാമാണികമായി എന്തെങ്കിലും ഒരു പിന്തുണയുണ്ടോ? അതല്ലെങ്കിൽ ഇത് അവർ ഉദ്ധരിക്കാനുള്ള കാരണം, അവർക്കുള്ള ഒരു തെളിവായിട്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ പറഞ്ഞു, ഉസ്മാൻ പറഞ്ഞു, അലി പറഞ്ഞു റളിയല്ലാഹു അൻഹു അജ്മഈൻ ഇവരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത്രയും പരസ്യമായിട്ട് അവര് ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത് കൊണ്ടുവരുമ്പോൾ അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് പ്രിയപ്പെട്ട ഉസ്താദ് ഒന്ന് മറുപടി നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരടിസ്ഥാനവുമില്ല. കള്ളം വാറോലകൾ ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുക എന്നതല്ല. ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ വല്ലപ്പുഴ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രവാചക സ്നേഹം, അതായത് നബിദിനാഘോഷം അനിസ്ലാമികമാണ് എന്ന് സമർത്ഥിക്കാനും അത് ബോധ്യപ്പെടുത്താനും ഒരു പ്രഭാഷണത്തിന് പോയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളിയിലെ ഖത്തീബ് എന്നെ വിളിച്ചു. നിങ്ങൾ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി എന്തോ വല്ല തുരുപ്പ് ചീട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ പോയത്. അപ്പോ അവരെന്ത് ചെയ്തെന്നറിയോ? ഇതേപോലെ നെറ്റിന്നാണ് സാധാരണ പ്രിന്റ് ഔട്ട് എടുക്കല്. ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. റബീഉൽ അവ്വൽ മാസമായാൽ ഈ ജാതി കുറെ സാധനങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെങ്കിലും ഇതിന് വല്ല അഡ്രസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇത്ര നബിദിനത്തിന് ഇത്ര ദാനം ചെയ്താൽ ഇന്ന പുണ്യം, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ പ്രചരിപ്പിക്കപ്പെടുന്നു. അതിനൊന്നും സനദടക്കം തെളിയിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുക. ആദ്യം സനദ് വേണ്ടേ? ഇനി റസൂലിലേക്ക് എത്തേണ്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു എന്നതിന് സനദ് വേണ്ടേ? തെളിവ് എവിടെയുള്ളത്? അത് തെളിയിക്കട്ടെ. അവര് തെളിയിക്കാൻ സാധ്യമല്ല. ഒന്ന്. ഇനി നമ്മൾ ചിന്തിക്കുക, അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു തന്നെ വിചാരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു അതല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ആരെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോ അത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരങ്ങനെ പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ, അവരൊക്കെ ഒരു കാര്യം പറയുകയും അത് സ്വയം ചെയ്യാതിരിക്കുകയും ചെയ്യുമോ? അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കൽ പുണ്യമാണെന്നും ശ്രേഷ്ഠതയുള്ള കാര്യമാണെന്നും പറഞ്ഞുവെങ്കിൽ മഹാനവറുകൾ അത് ആദ്യം ചെയ്യില്ലേ? നമ്മെക്കാളൊക്കെ പുന്നാര റസൂലിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത് അവിടുത്തെ സ്വഹാബാക്കൾക്കല്ലേ? പ്രത്യേകിച്ച് റസൂലിന്റെ ഉറ്റ സുഹൃത്തായ വിശുദ്ധ ഖുർആൻ പോലും എടുത്തു പറഞ്ഞു. ഗുഹയിലിരിക്കുമ്പോൾ രണ്ടാമൻ സിദ്ദീഖുൽ അക്ബറിനെ സംബന്ധിച്ച് റസൂലിന്റെ കൂടെ എപ്പോഴുമുള്ള സന്തത സഹചാരിയായ മഹാനായ സ്വഹാബി. അതൊരു പുണ്യമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആദ്യമായി ആഘോഷിക്കുക, അതല്ലെങ്കിൽ അതിനുവേണ്ടി ഉള്ള കർമ്മങ്ങൾ ആദ്യമായി ചെയ്യുക സിദ്ദീഖുൽ അക്ബർ ആയിരിക്കില്ലേ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് ചെയ്തു എന്ന് തെളിയിക്കാൻ സാധ്യമാണോ? സാധ്യമല്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ വിഷയാവതരണത്തിൽ, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം 5 കൊല്ലം ഭരണം നടത്തി. 5 കൊല്ലം വേണ്ട, 1 കൊല്ലം ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ ചെയ്തു എന്ന് തെളിയിക്കട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലിന്റെ മരുമകനല്ലേ, 2 മക്കളെ വിവാഹം ചെയ്തില്ലേ മഹാനവറുകൾ? അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലെ അദ്ദേഹം പറഞ്ഞു എന്നത് തെളിയിക്കുന്നതോടൊപ്പം ആ പുണ്യകർമ്മം അദ്ദേഹം ചെയ്തു എന്നതുകൂടെ തെളിയിക്കേണ്ടതില്ലേ? തെളിയിക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് യാതൊരു അടിസ്ഥാനമില്ല. ഇനി മാത്രമല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നബിദിനാഘോഷത്തെ ന്യായീകരിക്കാൻ വേണ്ടി കേരളത്തിലെ കുബൂരി പണ്ഡിതന്മാർ പല പുസ്തകങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? അവരെഴുതിയിട്ടുണ്ട്. പല നിലക്കുള്ള, അതായത് ഹിജ്റ 300 ശേഷം ഉണ്ടായതാണെന്ന് വരെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ഹിജ്റ 300 മുമ്പ് അവതരണം പൂർത്തിയായ വിശുദ്ധ ഖുർആനിൽ വരെ അതിന് തെളിവുണ്ടെന്ന് ദുർവ്യാഖ്യാനം നടത്തിയ ഈ ഖുറാഫി മൊല്ലമാർ ഈ ജാതിയുള്ള പാറോലകളൊന്നും അതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം കൂടിയാണ്, ഒരു രസവും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സിദ്ദീഖുൽ അക്ബറും ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെളിവ് അവർ എന്ത് ചെയ്യേണ്ടതായിരുന്നു? കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അതിനൊന്നും സനദില്ല, ഒക്കെ കള്ള പ്രചരണങ്ങളാണ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടൊന്നും ഇത് സ്ഥിരപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കി. കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? സഹോദരന്മാരെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ സാറേ, ഇവര് ഇന്ന് ഞാൻ നാട്ടിൽ വിളിച്ചപ്പോ എന്നോടൊരാള് ഒരായത്ത് പോയിട്ടെന്നാണ് സൂറത്തുൽ അഹ്സാബിലെ, സാധാരണ ഇവർ ഓതുന്ന ആയത്താണ്, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്ത് ഇവരെപ്പോഴും എനിക്ക് തോന്നുന്നു പലരും ഇപ്പോഴാണ് ടൈപ്പ് ചെയ്തു പോയി. ഒന്ന് ആയത്ത് ഒന്ന് വിശദീകരിച്ചാൽ പലർക്കും അതൊന്ന് മനസ്സിലാവുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ധാരാളക്കണക്കിന് ആയത്തുകൾ, 50-ലേറെ ആയത്തുകൾ ജന്മദിനാഘോഷം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? തെളിവ് പറയാറുണ്ട്. അത്ഭുതമാണ് കേട്ടോ, അത്ഭുതമാണ്. ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ് പരിപാടി. പക്ഷെ തെളിവ് എവിടെ നോക്കണത്? ഖുർആനിലാണ്. ഇതിന് യാക്കോമ് തക്ബീർ ചൊല്ലുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ് സംഗതി. പക്ഷെ തെളിവ് എവിടെ നോക്കുന്നത്? ഖുർആനില്. എന്നിട്ട് ഒരുപാട് ആയത്തുകൾ എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിൽ തെളിവായി ഇവർ ദുർവ്യാഖ്യാനിക്കാനാണ്. മൗലീദും മൗലീദാഘോഷവും എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 15-ാമത്തെ പേജ് ഹസൻ ബാക്കവി മുട്ടന്നൂർ എഴുതിയ പുസ്തകമാണ്. എന്താ അദ്ദേഹം പറയുന്നത് അറിയോ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും അന്ത്യപ്രവാചകരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സത്യവിശ്വാസികളെ നിങ്ങളും ആ പ്രവാചകരുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. സൂറത്തുൽ അഹ്സാബ്. മൂലയുടെ വിശദീകരണം കേട്ടോ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി പറയുന്നു, യുസല്ലൂന എന്നതിന്റെ അർത്ഥം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം വെളിവാക്കിയും നബി തങ്ങളുടെ കാര്യത്തെ മഹത്വപ്പെടുത്തിയും അവർ മലക്കുകളും അല്ലാഹുവും പ്രത്യേകം പരിഗണിക്കുന്നു, പുകഴ്ത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങളും അത് ചെയ്യുക. ഇവിടെ ഇമാം ബൈളാവി പറഞ്ഞതിൽ നിന്നും പ്രത്യേകം പ്രസ്താവ്യമാണ്. നബി തങ്ങളുടെ മഹത്വങ്ങളെ പരസ്യമാക്കുകയാണ് അല്ലാഹുവും മലക്കുകളും ചെയ്യുന്നത്. അതുകൊണ്ട് നാമും അത് പരസ്യമാക്കണം. അതിന് മൗലിദ് സദസ്സുകളും മീലാദാഘോഷങ്ങളും സംഘടിപ്പിക്കുക തന്നെ വേണം. പ്രസ്തുത പരിപാടികളാൽ നാമും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണല്ലോ. കണ്ടോ, മൗലിയുടെ വിശദീകരണങ്ങളാണ്, വളരെ വിശദീകരണമാണ്. എത്ര ക്രൂരമായിട്ടാണ് ഈ ആയത്തിനെ വരെ ദുർവ്യാഖ്യാനിച്ചത്.
ഇവരുടെ വ്യാഖ്യാനം കേട്ടാൽ എന്താ തോന്നുക, ഈ ആയത്തിന്റെ അർത്ഥം ഈ ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റബീഉൽ അവൽ 12 നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഈ ആയത്തിലൂടെ അള്ളാഹു ആഹ്വാനം ചെയ്യുകയാണെന്നല്ലേ മനസ്സിലാകുക. അള്ളാഹുവിന്റെ മലക്കുകളൊക്കെ നബിദിനത്തിന്റെ അന്ന് മൗലീദുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലേ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, എന്നാൽ ഈ ആയത്തിന്റെ ശരിയായ വിവക്ഷ എന്താ? അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിനായി സമസ്തയിലെ ഖുർആൻ വ്യാഖ്യാതാക്കൾ തന്നെ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്ന് നമ്മൾ അവലംബിക്കേണ്ടതുണ്ട്, ആ വിഷയം പരിശോധിക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ നബിദിനാഘോഷത്തിന് തെളിവുണ്ടെങ്കിൽ അത് കണ്ടെത്താനും തുറന്നു പറയാനും ഏറ്റവും അർഹതപ്പെട്ടവരാരാണ്? സമസ്തയിലെ ഖുർആൻ വ്യാഖ്യാതാക്കൾ തന്നെയല്ലേ അല്ലേ? ഇന്ന് നോക്കാം, നമുക്ക് വേറെ എങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇത് തെളിവായി എടുത്ത് ഉദ്ധരിക്കുന്നവരോട് ആദ്യം നമ്മൾ പറയേണ്ട സംഗതി എന്താ അറിയോ? നിങ്ങൾ ഈ ഓതിയ ആയത്തിൽ നബിദിനാഘോഷത്തിന് തെളിവുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും സമൂഹത്തോട് തുറന്നു പറയുവാനും ഏറ്റവും അർഹതപ്പെട്ടവര് അവരെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ തന്നെയാണല്ലോ. കാരണം നമ്മളതിനെ എതിർക്കുന്ന ആളുകളാണ്. അപ്പൊ അവരത് തുറന്നു പറയണല്ലോ സമൂഹത്തോട്. അതിനാൽ അവരുടെ ഖുർആൻ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ ഈ ആയത്ത് നബിദിനത്തിന് തെളിവാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? പരിശോധിക്കാം. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അല്ലേ, ഫതഹുർ റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയുടെ പേര്. കേട്ടോളി, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അർത്ഥം കൊടുത്തിട്ട് അദ്ദേഹം വിശദീകരണം കൊടുത്തത് കേട്ടോ. നബിദിനാഘോഷത്തിന് തെളിവുണ്ടോ അല്ലെന്ന് മൂപ്പര് പറയട്ടെ. അള്ളാഹു നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുക എന്നത് മലക്കുകളുടെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കലാണെന്നും മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്നത് അവർ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണെന്നും ഇമാം അബുൽ ആലിയ ബ്രാക്കറ്റിൽ റാ പ്രസ്താവിച്ചതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അള്ളാഹുവിന്റെ സ്വലാത്ത് അവന്റെ കാരുണ്യ വർഷമാണെന്നും വ്യാഖ്യാനമുണ്ട്. സത്യവിശ്വാസികൾ സ്വലാത്ത് ചൊല്ലുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ചൊരിച്ചു കൊടുക്കുവാനായി പ്രാർത്ഥിക്കലാണ്. സലാം എന്ന വാക്കിന് സമാധാനം, ശാന്തി, രക്ഷ എന്നീ അർത്ഥങ്ങളുണ്ട്. നബിക്ക് സലാം ചൊല്ലുക എന്നതിന്റെ വിവക്ഷ നബിക്ക് ശാന്തിയും സമാധാനവും വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കലാണ്. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ പറ്റിയും അത് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയും അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട്. പറഞ്ഞോ, ഇവിടെ ഉണ്ടോ? ഇത് നബിദിനത്തിന് തെളിവാണെങ്കിൽ എന്താ വരെ ഖുർആൻ പരിഭാഷയിൽ ഇല്ലാത്തത്? എന്തല്ലാത്തത് ചോദിക്കണം നമ്മൾ അവരോട്, അല്ലേ? ഇനി മാത്രമല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% നീതി പുലർത്തുന്നതാണെന്ന് SSFന്റെ മുഖപത്രമായ റിസാല വാരികയിൽ പരിചയപ്പെടുത്തിയ പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ ഖുർആൻ പരിഭാഷയിലുണ്ടോ? ഉണ്ടോ ഈ ആയത്തിന് നബിദിനത്തിന് തെളിവാണെന്നുള്ളത്? എല്ലാം എന്റെ കയ്യിലുണ്ട്, വായിച്ച് ഞാൻ സമയം കളയില്ല. സമയം 11:07. ചോദിക്കണം അവരോടുണ്ടോന്ന്. ഇനി അതും വേണ്ട, ലോകത്ത് ഏതെങ്കിലും മുഫസ്സിരീങ്ങള് ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാർ ഈ ആയത്ത് ജന്മദിനാഘോഷത്തിന്, റസൂലിന്റെ ജന്മദിനാഘോഷത്തിന് തെളിവാണെന്ന് രേഖപ്പെടുത്തിയതായി കാണിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആലോചിക്കാം, നമ്മൾ ജന്മദിനാഘോഷിച്ചോളാം. ഇതെപ്പോഴാ ഇറങ്ങിയത്? ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്താ? അതൊക്കെ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, അല്ലേ? സ്വഹീഹുൽ ബുഖാരിയിൽ ബാബു അസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യായത്തിൽ കിതാബു ദഅവാത്തിൽ സബ് ടൈറ്റിൽ ബാബു അസ്സലാത്തി അലൻ നബി എന്ന സബ് ടൈറ്റിലിൽ കാണാൻ കഴിയും. എന്ത്? വളരെ കൃത്യമായി ഹദീസ് കാണാൻ കഴിയും, അല്ലേ? എന്താ അവിടെ ഉള്ളത്? ഞാനത് വിശദീകരിച്ച് സമയം കളയുന്നില്ല. സമയം നിങ്ങൾക്കറിയാം. സഹാബത്ത് വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഇതിന് തേമിയക്ക് ഖുർആൻ തിരിയൂലേ? നല്ല ചോദ്യാണല്ലോ. മൈക്കെടുത്ത് വാ, മൈക്കിൽ വരും കേട്ടോ. എന്താ റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിക്കുന്നത്? ഫഖുൽനാ, അവര് പറയണ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് അലിംനാ കൈഫ നുസല്ലിമു അലൈക, നബിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. ഫകൈഫ നുസല്ലി അലൈക, എങ്ങനെയാണ് നബിയെ നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് ഞങ്ങൾക്കറിയൂല, അതിന്റെ കൈഫിയത്ത് എങ്ങനെയാണ്? ഖാലാ റസൂലുള്ളാഹി, സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഖൂലൂ, നിങ്ങൾ പറഞ്ഞോ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്. ഇവരെ വ്യാഖ്യാന പ്രകാരം എന്താ മനസ്സിലാക്കുക? നബിയെ നിങ്ങളെ ജന്മദിനം എങ്ങനെ ആഘോഷിക്കണം എന്ന് ഞങ്ങൾക്കറിയൂല, അതുകൊണ്ട് ജന്മദിനം എങ്ങനെ ആഘോഷിക്കണം അതൊന്ന് പറഞ്ഞു തരുമോ? ഇത് സഹാബത്ത് ചോദിക്കണ്ടേ, അല്ലേ? അത് ചോദിച്ചോ?
അങ്ങനെയുണ്ടോ? ചോദിക്കണം ഇത് പറയുന്ന ആളുകളോട്. എന്താ ഈ ആയത്തുകൾ തെളിവായി ഉദ്ധരിക്കാൻ ഇവർ മെനക്കെട്ട? ഒന്നാമതായി പറയേണ്ടത് നിങ്ങൾ തന്നെ പറയുന്നു ചങ്ങായിമാരെ, ഹിജ്റ 300 ശേഷം അതുണ്ടായത്. ഇതിനെങ്ങനെ ഖുർആനിൽ തെളിവുണ്ടാവുക? ഇനി രണ്ടാമത്തെ സംഗതി, നിങ്ങൾ ഓതുന്ന ആയത്ത് നിങ്ങളെ പണ്ഡിതന്മാരെങ്കിലും ജന്മദിനാഘോഷത്തിന് തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? 2. ഇനി അതല്ല, ലോകത്ത് ഏതെങ്കിലും മുഫസ്സിരീങ്ങൾ നിങ്ങൾ ഈ ഓതുന്ന ആയത്ത് റസൂലിന്റെ ജന്മദിനാഘോഷിക്കാൻ തെളിവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരി. പിന്നെ ആയത്തിറങ്ങിയ പശ്ചാത്തലം എപ്പോഴാണ്? അത് നിങ്ങൾ വിശദീകരിക്കും. ഇതൊക്കെയാണ് അവരോട് ചോദിക്കേണ്ടത്. യാതൊരു നിലക്കുള്ള പിടിവള്ളി ഉണ്ടാവില്ല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല മൈക്രോയിൽ. ഞാൻ ഒരുപാട് സമയം വൈകിട്ട് നിന്നാലും 2 ചോദ്യം ഉണ്ട് സാറേ. 2 ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നിപ്പം വാട്സാപ്പിൽ കണ്ടത് ഒരു ചോദ്യമാണ്. സ്വർഗമാണ് നല്ലതെന്നറിയാം, എങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടം മദീനയാണ്. കാരണത്തെ പ്രവാചകരെ അങ്ങയുടെ ജന്മദിനത്തിന് സ്വാഗതം. SSF SYS ചെമ്പ്രക്കാട്ടൂർ. ഇതിന് വല്ല തെളിവുണ്ടോ? സ്വർഗത്തിനേക്കാളും നല്ലതാണ് മദീനയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നാണ് ഖുറാഫിന്റെ ഒരു വാദം. രണ്ടാമത്തത്, 1 കോടി സലാത്ത് ചൊല്ലിയിട്ട് പാർസലയക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം കണ്ടിരുന്നു. അപ്പൊ ഞാനൊരു മുസ്ലിയാർക്ക്, അതിൽ നപ്പെട്ട ഒരു മുസ്ലിയാർക്ക് നമ്പറിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദെ, ഞാനിങ്ങനെ സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്, പിന്നെ ഇതിന്റെ സ്ഥിതി എന്താ, നിജസ്ഥിതി എന്താണ്, നിങ്ങൾ എന്നാ അത് അയക്കാണ്. ആ കൂട്ടത്തിൽ എന്റെ അടുത്ത് 2 വെച്ച് മീനുണ്ട് മദീനത്തേക്ക്, പച്ചമീനാണ് കൊടുത്തേക്കാണ്ട്. അത് നിങ്ങൾ പെട്ടെന്ന് അയക്കണല്ലോ, 12-ന് പോയാൽ അപ്പത്തിന് കിട്ടുമല്ലോ. അതുകൊണ്ട് അതും കൂടി ആ കൂട്ടത്തിലൊന്ന് അയക്കാൻ പറ്റുമോ എന്ന് മുസ്ലിയാരോട് ചോദിച്ചു. ആദ്യം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു സ്വലാത്ത് എങ്ങനെ. അപ്പൊ അയാൾ അയക്കേണ്ട രൂപം പറഞ്ഞു, 1 കോടി തേക്കാണ്, തേച്ചിട്ട് ഇവിടുന്ന് പലരും 25,000 50,000 ഒക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇവിടെ ഉസ്താദ് ദുആ ചെയ്യും. ദുആ ചെയ്തിട്ട് ഒന്നിച്ച് റബീഉൽ അവ്വൽ 12-ന് ഇങ്ങോട്ട് പാർസലയക്കണം. ഇനി 25 ലക്ഷം തേഞ്ഞിട്ടുണ്ട്, 75 കൂടെ ഇനി വേണ്ടത്, അത് അടുത്ത ദിവസങ്ങളിൽ തേയും എന്നാ മുസ്ലിയാർ മാഷ് ഉസ്താദാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും ഇല്ല, 1 കോടി ഉണ്ട്, 5 കോടി വരെ അവർ നോക്കുന്നുണ്ട്. 1 കോടിയാണ് ഇപ്പൊ അവരുടെ ഉദ്ദേശം. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദെ, ഇത് പിന്നെ ഇവിടെ ഫ്ലൈറ്റിൽ വന്നാൽ പോലും മണിക്കൂറുകളാണ്, നിങ്ങളിപ്പോ ഈ പെട്ടെന്ന് അയക്കുന്ന റബീഉൽ അവ്വൽ 12-ന് മാത്രം കിട്ടണമല്ലോ, അത് 1 കോടി തേഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ഉസ്താദ്, എന്റെ സഹോദരങ്ങളുണ്ട് അവിടെ, അതുകൊണ്ട് ഞാൻ ജിദ്ദയിലാണ്, ജിദ്ദയിൽ നിന്നും വേണം 4-5 മണിക്കൂർ വേണം മദീനയിൽ എത്താൻ, ചിലപ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂർ. നിങ്ങളെ നാട്ടിൽ നിന്ന് ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് മീന് കുറച്ച് എന്റെ കുടുംബത്തിന് എത്തിക്കാണ്ട്, അതുമല്ല. അപ്പൊ അയാൾ പറഞ്ഞ, നിങ്ങൾ വഹാബിയാണല്ലേ, റസൂലിനെ കളിയാക്കാണല്ലേ എന്ന് പറഞ്ഞ്. ഏതായാലും ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഉസ്താദേ, ഇതിന് വല്ല തെളിവുണ്ടോ? ഈ മുസ്ലിയാക്കന്മാർ ഈ പാർസൽ അയക്കുന്നതിന് ഇപ്പൊ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് ഒന്നിച്ചിരുന്ന് ഉസ്താദ് ദുആ ചെയ്തുകൊണ്ട് ഒരുമിച്ച് പാർസൽ അയക്കണം തന്നെ, ഭയങ്കര സ്പീഡിൽ എത്തുന്നതാണ്. ഏതായാലും അതിന് ഇസ്ലാമിൽ വല്ല തെളിവുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം വളരെ രസാഹവുമാണ്. പാർസലുമേൽ ആകെ മൂല്യമാര് ജീവിക്കണതന്നെ. നിങ്ങൾ പാർസൽ അയക്കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? മൂല്യമാര് ജീവിക്കണത് തന്നെ പാർസലും വേണം. എന്തെല്ലാം ജാതി പാർസലുകളല്ലത് സഹോദരങ്ങളെ. ഇതൊക്കെ ഇസ്ലാമിൽ എവിടുന്നാണ് ഇവർക്ക് ഇതിനൊക്കെ തെളിവ് കിട്ടുന്നത്? ഈ ജാതി ഏർപ്പാട് ഒരു മൂല്യര് പിന്നെ TV-യിൽ വന്നുകാണ്ട് കുറെ പരിപാടി പറയലുണ്ടല്ലോ. ഇതിപ്പോ പിന്നെ ജൂത ക്രിസ്ത്യാനികൾ അവരുടെ മതമേലാളന്മാര് പറയുന്നതനുസരിച്ച് മതം ആ നിലക്ക് ആചരിക്കാൻ തുടങ്ങിയ അതേ ദുരന്തമാണ് ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൂല്യമാര് അവർക്ക് തോന്നുന്ന നിലക്കുള്ള ചില കാര്യങ്ങൾ സമൂഹത്തോട് അവരുടെ ഇച്ഛപ്രകാരം പറയുന്നു. സാധാരണക്കാരായ ആളുകൾ തൊണ്ട തൊടാണ്ട് അത് വിഴുങ്ങുകയും ചെയ്യുന്നു. ആ മൂല്യയുടെ വർത്താനം കേട്ട് സ്വലാത്ത് ചൊല്ലി പാർസലാക്കുന്ന എത്ര സാധുക്കളായ പാവം സാധാരണക്കാരുണ്ടാവും. ഈ നിലക്കുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളൊന്നും പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കൂല. അത് പഠിക്കുകയാണെങ്കിൽ അവനെ പിന്നെ മഹല്ലിൽ നിന്ന് ഊരുവിലക്കി ആകെ പ്രയാസമായി, പ്രശ്നമായി, പിന്നെ മയ്യത്ത് കൊണ്ടെല്ലാം അയക്കാണ്ട് ആകെ വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. സത്യത്തിൽ ഇസ്ലാമിനെ ഈ നിലക്ക് വികൃതമാക്കുന്നത് ഇതുപോലെയുള്ള മൂല്യമാരാണ്. ഒരു നിലക്കുള്ള തെളിവ് ഇങ്ങനെ സലാത്ത് ചൊല്ലി പാർസലാക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ കഴിയില്ല. ഒരു നിലക്കും കാണാൻ കഴിയില്ല. പിന്നെ ഇവർക്ക്
സ്വർഗൊന്നും വേണ്ടി വരില്ല, മദീന മതിയായിരിക്കും. നിങ്ങൾ നോക്കി, അള്ളാഹുവിന്റെ പ്രവാചകനെ പുകഴ്ത്തി എന്തെല്ലാം ഇവർ പറഞ്ഞു പുകഴ്ത്തി ആളുകളെയൊക്കെ പ്രവാചകനെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കുകയാണ് സത്യത്തിൽ ഈ മൂല്യമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജാതി തോന്നിവാസങ്ങൾക്കൊന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ യാതൊരു തെളിവുമില്ല. ഇവരെ പാർസലിന്റെ കുറെ രസകരമായ ഉദാഹരണങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ വായിച്ച് സമയം കളയുന്നില്ല, സമയം ദീർഘിച്ചു പോയിട്ടുണ്ട്. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. തൽക്കാലം ഞാനിപ്പോൾ മൈക്ക് റിലീസാക്കുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ട്? ഹലോ. ഓക്കെ ഉസ്താദേ, എനിക്ക് ചോദിക്കാനുള്ളത്, സൂറത്ത് യൂനിസില് അള്ളാഹു പറയുന്നു 58-59 ആയത്തുകളില് സത്യവിശ്വാസികൾക്ക് കാരുണ്യവും മാർഗദർശനവുമായിട്ടാണ് പ്രവാചകന്റെ ആഗമനം. അതിൽ സന്തോഷിച്ചു കൊള്ളാൻ അള്ളാഹു പറയുന്നു. അപ്പോൾ അത് നബിദിനത്തിന് തെളിവായിക്കൊണ്ട് സമസ്തക്കാർ പറയുന്നു. ഇതിന് എന്താണ് നല്ലൊരു മറുപടി ഉള്ളത്? അസ്സലാമു അലൈക്കും. സഹോദരന്റെ ചോദ്യം എനിക്ക് വളരെ കൃത്യമായിട്ടില്ല. ഏതാണ് ആയത്ത് നമ്പർ എന്ന് ഒന്നുകൂടി ആയത്ത് നമ്പർ ഒന്ന് ടെക്സ്റ്റ് അടിച്ചാൽ മതി. ഏതാണ് ആയത്തെന്ന്, ഏതായത്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായത്താണെന്ന് മനസ്സിലായില്ല. ഒന്നുകൂടി മൈക്കെടുത്ത് പറയാം. യൂനിസ് 58. ഓക്കെ, യൂനിസ് 58 നബിദിനത്തിനുള്ള തെളിവുണ്ട് എന്നാ പറയുന്നത് ഇല്ലേ? ശരി. അത് നമ്മളെ നബിദിനാഘോഷം എന്ന പേരിൽ സുലൈമാൻ സക്കാഫി മാലിയേക്കലിന് പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം തെളിവ് ധരിച്ചിട്ടുണ്ട്. 58-59 വചനങ്ങൾ. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഇതാണ് ഇപ്പോൾ തെളിവ്. എന്താ തെളിവ്? ആയത്തിൽ പറയുന്ന റഹ്മത്തിനെ കാരുണ്യം, അതായത് ബ്രാക്കറ്റിൽ കാരുണ്യം സംബന്ധിച്ച് വിശദീകരണത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്നും ഖുർആനാണെന്നും അലി റളിയല്ലാഹു അൻഹു ആണെന്നും വിശദീകരണമുണ്ട്. ഇവയൊക്കെ അനുഗ്രഹമാണെന്നതിൽ പക്ഷാന്തരമില്ലതാനും റഹ്മത്ത് വന്ന കാരണത്താൽ മുസ്ലിങ്ങൾ സന്തോഷിക്കണമെന്നും അത് മറ്റെന്തിനേക്കാളും ഉത്തമമാണെന്നും അള്ളാഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണെന്ന് മുമ്പ് നാം സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന റഹ്മത്ത് ലഭിച്ചതിന്റെ പേരിൽ മുസ്ലിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതാണ്. ഇതാണ് തെളിവ്. സഹോദരങ്ങളെ, ഇതും ഖുർആൻ ദുർവ്യാഖ്യാനാണ്. ഇതിനൊക്കെയാണ് പറയാ ദുർവ്യാഖ്യാനെന്ന്. ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. സമസ്തക്കാരുടെ തന്നെ, സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൂറ്റനാട് എഴുതിയ ഫത്തുഹ് റഹ്മാൻ എന്ന് പറഞ്ഞ ഖുർആൻ പരിഭാഷയിൽ പോലും, അല്ലെങ്കിൽ ആ വിശദീകരണ ഖുർആൻ തഫ്സീറിൽ പോലും ഇത് നബിദിനത്തിന് തെളിവാണെന്ന് എഴുതി വെച്ചിട്ടില്ല. സ്വന്തം പാളയത്തിലുള്ള ഖുർആൻ പരിഭാഷകളിൽ പോലും, അതേപോലെ ഫത്വൽ അലീം, തഫ്സീറുൽ ഖുർആൻ, സമസ്തക്കാരുടെ മുൻ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാനായ അബ്ദുള്ള മുസ്ലിയാരുടെ പിന്നെ ജലാലി തഫ്സീറുണ്ട്, തഫ്സീറുൽ ഖുർആൻ, ഇങ്ങനെ ധാരാളക്കണക്കിന് ഇവരുടേതായ തന്നെ ഖുർആൻ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പോലും ഇതൊന്നും ഇതിനുള്ള തെളിവാണെന്ന് എഴുതി വെച്ചിട്ടില്ല. പിന്നെ വായി തോന്നുന്നത് എഴുതി വിടുക, അതേപോലെ തന്നെ സാധുക്കളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നല്ലാതെ ഈ മൗലിദ് പൊട്ടത്തര പറയുന്നത്. അറബി ഭാഷ അറിയാം ഇയാൾക്ക്. ഈ ആയത്തിൽ തന്നെ നിങ്ങൾ നോക്കി, പിന്നെ എന്താ അള്ളാഹ് പറഞ്ഞത്? കുൽ, പറയുക നബിയെ, കുൽ ബിഫളില്ലാഹ്, അള്ളാഹുവിന്റെ ഫളില് കൊണ്ടും വറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ടും, എന്നിട്ട് അള്ളാഹ് പറയാം ഫബിദാലിക, അതുകൊണ്ട് ഫല്യഫ്റഹു, സന്തോഷിച്ചുകൊള്ളുക. റസൂലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫബിദാലിക എന്ന് പറയും, അതുകൊണ്ട് എന്ന് പറയും. ആയത്തിലെ പരാമർശം തന്നെ ആ പരാമർശത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ ഈ ആയത്തിൽ പറഞ്ഞത് ഖുർആനാണ് എന്നാണ് ഇവരെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത്. ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഫേസ്ബുക്കിലൂടെയും ഇമെയിലിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ, നമ്മുടെ MSCRക്ക് അതിനുള്ളത് തന്നെയാണ്. നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ ഈ നിലക്കുള്ള വാറോലകൾ പ്രചരിപ്പിക്കുന്നത് കണ്ട കൃത്യമായിട്ട് മറുപടി കൊടുക്കണം, എഴുതി കൊടുക്കണം. ശരിക്ക് നന്നായിട്ട് അത് കളർഫുള്ളായിട്ട് എഴുതി നന്നായിട്ട് പിന്നെ
അവതരിപ്പിക്കാനും അത് എഴുതി ചെയ്യാനൊക്കെ കഴിവുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ചോദിക്കണം അവരോട്, നിങ്ങളുടെ പാളയത്തിലുള്ള ഖുർആൻ പരിഭാഷയിലെങ്കിലും നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ കഴിയുമെന്ന്. അല്ലെങ്കിൽ ലോകത്ത് ഏത് പണ്ഡിതനാണ്, ഏത് മുഫസ്സിറാണ് ഇതിന് ഈ നിലക്കൊക്കെ തെളിവ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ കാണിക്കണം എന്ന് ധൈര്യസമയത്ത് നമ്മൾ ചോദിക്കണം. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഒരു തെളിവുമില്ല ഈ തോന്നിയാസത്തിന്, ഒരു തെളിവില്ല ഇസ്ലാമിൽ. നിങ്ങൾ നോക്ക്, ഫത്വ റഹ്മാൻ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയ തഫ്സീറിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വളരെ ചിന്താർഹമായ കാര്യമാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്. എന്ത്? മനുഷ്യ ഹൃദയങ്ങളെ ഏതെല്ലാം രോഗങ്ങളാണ് ബാധിച്ചിരിക്കുന്നതെന്ന് നാനാഭാഗത്തേക്കും ഒന്ന് നോക്കിയാൽ നമുക്ക് സ്പഷ്ടമായി കാണാം. അവർക്ക് ഔഷധങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ വലിയ ചിന്തകന്മാർ അങ്ങുമിങ്ങും പറന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടെന്തു ഫലം? ഔഷധം കിട്ടുന്നില്ല. ചിലപ്പോൾ ചില ഔഷധങ്ങൾ കണ്ടുകിട്ടിയെന്ന് സ്വാഭിമാനം അവർ ഉദ്ഘോഷിക്കുന്നത് കാണാം. അല്പദിവസം കഴിയുമ്പോൾ കേൾക്കാം അതുകൊണ്ട് താൽക്കാലിക ശമനമല്ലാതെ ശാശ്വത സമാധാനമില്ലെന്ന്. എന്നാൽ മാനവരാശിക്ക് മുമ്പിൽ ഒരു സിദ്ധാൌഷധമുണ്ട്. അത് പഴഞ്ചനാണെന്ന് ധരിച്ച് അഗണ്യകോടിയിൽ തള്ളിവിട്ടിരിക്കുകയാണ്. പ്രസ്തുത ദിവ്യൌഷധമാണ് വിശുദ്ധ ഖുർആൻ. അതാണ് ആ വാക്യം ചൂണ്ടിക്കാട്ടുന്നത്. സഹോദരങ്ങളെ ഒക്കെ വായിക്കാൻ സമയമില്ല, ടൈം ഓവറായിരിക്കുന്നു, 11:20 രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളുണ്ടാവും. അപ്പൊ സത്യമാണ്, ഇവരെ പരിഭാഷയിൽ വരെ അത് ഖുർആനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ നിലക്കുള്ള ദുർവ്യാഖ്യാനത്തിനൊന്നും ഒരു ചാൻസും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളില്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ മൈക്ക് റിലീസാക്കി. സഹോദരൻ ഷാജിനോട് മൈക്കത്തറ, ഞാൻ ചോദ്യം ചോദിക്കാനല്ല. സഹോദരന്മാരെ, ഈ നബിദിന സംബന്ധമായിട്ടുള്ള നമ്മൾ കേൾക്കാവോ? ഹലോ, എനിക്ക് 3 ചോദ്യം. ഈ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റർ എന്നാണ്, അതിൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് സന്തോഷിക്കുക, സൂറത്ത് അംബിയായിലെ 107-ാമത്തെ വചനം. ഇവിടെ അനുഗ്രഹം കൊണ്ട് ഉദ്ദേശം മുഹമ്മദ് നബിയാണെന്ന് റൂൽ മഹാനി ആലൂസി 6:141, ബഹറുൽ മുഹീദ് ഇമാം അബു ഹയ്യാൻ 5:161 പറഞ്ഞു. പിന്നെ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കുന്നത് കാരണമായി പറഞ്ഞത് എന്നെ പ്രസവിപ്പിക്കപ്പെട്ട ദിനം എന്ന് മുസ്ലിം. പിന്നെ അതിന്റെ അടിയിൽ വേറൊന്ന് കൊടുത്ത ഹസനുൽ ബസരി പറയുന്നു, എനിക്ക് ഉഹദ് പർവ്വതത്തിന് സമാനമായ സ്വർണമുണ്ടെങ്കിൽ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദിനായി ചെലവഴിക്കുമായിരുന്നു. നെഹ്മത്തുൽ കുബ്ര പേജ് 7-10 ഇയാനത്തൊട്ട് അരുതി. ഇതൊന്ന് വിശദീകരിക്കുക. എന്ന് പറഞ്ഞില്ല. സഹോദരന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അതൊരു അനുഗ്രഹമല്ലേ എന്നാണ്. അപ്പൊ ആ അനുഗ്രഹം കൊണ്ട് സന്തോഷിക്കേണ്ടതില്ലേ എന്നാണ്. സാധാരണ ഒരു കുട്ടി ജനിച്ചെന്ന് കേട്ടാൽ സന്തോഷിക്കാത്തവരായി ആരുണ്ടാവില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അനുഗ്രഹമാണല്ലോ, അതുകൊണ്ട് സന്തോഷിക്കാലോ എന്നാണ് ചോദ്യത്തിന്റെ ചുരുക്കം. കേട്ടോ, ചോദ്യത്തിന് ചുരുക്കം അതാണ്. അതിനുള്ള തെളിവ് ധരിക്കാറുള്ളത് സൂറത്തുൽ അംബിയായിലെ 21-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനാണെന്നാണ് ഓർമ്മ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. 107-ാമത്തെ ആയത്ത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇവിടെ ഞാൻ വളരെ ചുരുക്കി പറയാണ്, ഇത് സത്യത്തിൽ ഇവര് പറയുന്നത് ശരിക്കും വൈരുദ്ധ്യാത്മകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണോ അതോ അവിടുന്ന് 40-ാം വയസ്സിൽ നബിയായതാണോ നമുക്ക് അനുഗ്രഹം? റസൂൽ ജനിച്ചതാണോ 40-ാമത്തെ വയസ്സിൽ പ്രവാചകനാണോ ആയതാണോ നമുക്ക് അനുഗ്രഹം? ഇക്കാര്യം ശരിക്കും നാം വേർതിരിച്ചും അറിയേണ്ടത്. മക്കയിലെ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട അബ്ദുള്ളക്കും മാമിനക്കും ഒരു കുട്ടി ജനിച്ചത് ലോകത്തിന് അനുഗ്രഹമാണെന്ന് ഖുർആനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ അബ്ദുള്ളക്കും മാമിനക്കും ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി ലോകത്തിനൊരു അനുഗ്രഹമാണെന്ന് ഖുർആനിലോ ഹദീസിലോ അല്ല. പിന്നെ അനുഗ്രഹമാണെന്ന് പറഞ്ഞത് എപ്പോഴാണ്? ആ കുട്ടിക്ക് 40 വയസ്സായപ്പോ എന്ത് ചെയ്തു? നുബുവത്ത് കിട്ടി, ലോകത്തിനാകമാനം പ്രവാചകനായി നിയോഗിച്ചു. അതല്ലേ ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ
അങ്ങനെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പൊ നിയോഗിച്ചതിലാണ്, അവിടുത്തെ പ്രവാചകനായി നിയോഗിച്ചതിലാണ് എന്തുള്ളത്, അനുഗ്രഹമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അതൊരിക്കലും ജന്മദിനമല്ലല്ലോ. അതാർക്കാ അറിയാത്തത്? അതൊരിക്കലും ജന്മദിനമല്ലല്ലോ. അവിടുത്തെ നിയോഗിച്ചത് ജന്മദിനമല്ലല്ലോ. അത് വളരെ കൃത്യമാണ്. ഒരാൾ ഹാജിയാകുന്നത് അദ്ദേഹം ജനിച്ചത് മുതലല്ലല്ലോ, ഹജ്ജ് ചെയ്ത വർഷം മൂലമല്ലേ. ഒരാൾ പണ്ഡിതനാകുന്നത് ജനിച്ചത് മുതലല്ല, അയാൾ പഠിച്ച് ബിരുദം കിട്ടിയത് മുതലാണ് പണ്ഡിതനാകുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ വാസ്തവ വിരുദ്ധമായ സംഗതികളാണ്. പിന്നെ അതിലുള്ളത് ചോദ്യം എന്താന്ന് ചോദിച്ചാൽ, തിങ്കളാഴ്ച നോമ്പ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശരി, തിങ്കളാഴ്ച നോമ്പ് തെളിവാണ്, ജന്മദിന ആഘോഷത്തിന് തെളിവാണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ റബീഉൽ അവ്വലില് മൂക്കറ്റം തിന്ന് അതേപോലെ ഉരുക്കളെ അറുത്ത് ഇറച്ചിയും അതേപോലെ ബിരിയാണിയൊക്കെ വെച്ച് തിന്നാനാണോ തെളിവ്? അതോ നോമ്പനുഷ്ഠിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ മൗലവിമാര് എല്ലാ റബീഉൽ അവ്വൽ മാസത്തിനും നോമ്പനുഷ്ഠിക്കട്ടെ. റബീഉൽ അവ്വൽ 12 ജന്മദിനാഘോഷാണെന്ന് പറഞ്ഞ് നോമ്പനുഷ്ഠിക്കട്ടെ. സത്യത്തിൽ ആ ഹദീസിൽ എന്താ ഉള്ളത്? ഈ ഹദീസിൽ നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുന്നത് നബി ജനിച്ച ദിവസം പരിഗണിച്ചുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഈ ഹദീസിൽ തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ ദിവസത്തിലാണ് എന്നുകൂടിയുണ്ട്. അത് മനസ്സിലാക്കണം നമ്മൾ. റമദാനിൽ ഒരു മാസത്തെ നോമ്പ് നിർബന്ധമാക്കിയതും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ടല്ലേ. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും അത് സുന്നത്താക്കുകയും ചെയ്തു എന്നർത്ഥം. ഈ നോമ്പ് കേവലം റബീഉൽ അവ്വൽ 12 മാത്രമുള്ളതല്ല, എല്ലാ തിങ്കളാഴ്ചയുള്ളതാണ്. ഇനി മാത്രമല്ല, ഇനി അതൊക്കെ പോട്ടെ, ഈ നോമ്പ് ഈ ഹദീസ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് ആഘോഷത്തിന് തെളിവാകുമായിരുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആരാണ്? സഹാബിമാരല്ലേ. ഈ ഹദീസ് പ്രകാരം ഏത് സഹാബിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചത്? തെളിവ് ധരിക്കുന്നവരോട് ചോദിക്കണം. വിശദമായി വിശദീകരിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാണ്ട് ചുരുക്കി പറഞ്ഞതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും മനസ്സിലാക്കിയതുമായ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും കൂടുതൽ ഇനിയും പഠിക്കുകയും അങ്ങനെ സത്യം മനസ്സിലാക്കുകയും ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണമേ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഉദ്യമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ കർമ്മം സ്വാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.